എല്ലാവരും സിനിമ നടന്മാരെ അറിയണമെന്ന് വിചാരിക്കും. എല്ലാവരും സിനിമ കാണുന്നവരായിരിക്കില്ലല്ലോ. ഈയിടെ ഞാനൊരു മദ്രാസിലേക്ക് ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഒരാൾ എവിടേക്കാണ് പോകുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു മദ്രാസിലേക്ക്. എന്താ അവിടെ പണി എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതറിയാത്ത ജീവിതത്തിൽ എന്തെങ്കിലും നസീർ സാറിനെ ഒന്ന് കാണുന്ന ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. മണിമുകിലേ മണിമുകിലേ മാനം മീതാരുടെ പൊന്നും തോണിയിലേറി. MC ഡിജിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി ചലച്ചിത്ര സംഗീത ലോകത്ത് പ്രമുഖരുടെ ജീവിതത്തെക്കുറിച്ച് അധികം ആരും പറഞ്ഞു കേൾക്കാത്ത കുറച്ച് നല്ല കഥകളുമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. നമ്മുടെ അതിഥി ശ്രീ രവി മേനോനാണ്. സീനിയർ കണ്ടന്റ് സ്പെഷ്യലിസ്റ്റ് അറ്റ് മാതൃഭൂമി, ഫോമർ മ്യൂസിക് റിസർച്ചർ, പിന്നെ സ്പോർട്സ് എഡിറ്റർ കൂടിയായ, കൗമുദിയിലെ സ്പോർട്സ് എഡിറ്റർ കൂടിയായ ശ്രീ രവി മേനോനെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം രവി ചേട്ടാ. ഫസ്റ്റ് ഓഫ് ഓൾ ഒരുപാട് സന്തോഷം. എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് MC ഡിജിറ്റലിൻ്റെ പേര് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സാറിന് ഇത്രയും തിരക്കുള്ള സമയത്ത് കുറച്ച് സമയം നമുക്കായിട്ട് ചെലവഴിച്ച് തന്നു. വലിയ തിരക്കൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഇപ്പോൾ ഈ പാട്ടെഴുത്തിൽ വന്നിട്ട് 30 വർഷത്തിന് ഏകദേശം 35 വർഷമായിട്ടുണ്ടാവും. പാട്ടെഴുത്ത് എന്ന് പറയാൻ പാട്ടിലിട്ട് ശരിക്കും പാട്ടെഴുത്തുകാരെന്നെ തല്ലും. പാട്ടിനെ കുറിച്ചുള്ള എഴുത്തുള്ളൂ. പക്ഷെ അതിന് മുമ്പ് സ്പോർട്സ് അല്ലേ എഴുതി, സ്പോർട്സ് ജേർണലിസ്റ്റ് ആയിരുന്നു. ഇപ്പോഴും സ്പോർട്സ് എഴുതാറുണ്ട്. പക്ഷെ ആക്ച്വലി സാമ്പത്തിക നേട്ടമൊക്കെ നോക്കുമ്പോൾ സ്പോർട്സ് ജേർണലിസ്റ്റാണ് തന്നിട്ടുള്ളത്, ജോലി തന്നിട്ടുള്ള സ്പോർട്സ് ജേർണലിസ്റ്റ്. പിന്നെയാണ് ഇതിൽ പാട്ടിനെ കുറിച്ചുള്ള എഴുത്തിലേക്ക് വന്നത്. അപ്പൊ ഇത്രയും വർഷത്തെ ഒരു തിരിഞ്ഞു നോക്കുമ്പോൾ രവിചേട്ടൻ അത് എങ്ങനെയായിട്ടാണ് കാരണം ഓർമ്മകൾ? അതൊക്കെ എനിക്ക് വന്ന ഒക്കെ ഒരു യാദൃച്ഛികതയാണ്. കാരണം ഈ സ്പോർട്സിനെ കുറിച്ച് എനിക്ക് എഴുതാനല്ല വായിക്കാൻ ഇഷ്ടമായിരുന്നു ചെറുപ്പം മുതലേ. അപ്പോൾ ഞാൻ ജനിച്ചത് കോട്ടക്കലാണ്, പക്ഷെ വളർന്നത് വയനാട്ടിലാണ്. അപ്പോൾ വയനാട്ടിൽ വളരെ ഏകാന്തമായിട്ടുള്ളൊരു സ്ഥലമാണ്. എനിക്ക് തോന്നുന്നൊരു 3-4 കിലോമീറ്റർ ടൗൺ എന്നൊക്കെ പറയാവുന്ന സ്ഥലത്തു നിന്ന് ഒരു 3-4 കിലോമീറ്റർ ഉള്ളിലേക്ക് ഒരു വലിയ സ്റ്റേറ്റിൽ നിന്ന് എടുക്കാം. അപ്പോൾ അവിടെ അധികം കൂട്ടുകാരൊന്നുമില്ല. വളരെ ഏകാന്തമായിട്ടുള്ള ഒരു അമ്മയുണ്ട്, അച്ഛൻ പുറത്തു പോകും, അമ്മയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു. അവിടെ മെയിനായിട്ട് അക്ഷരങ്ങൾ തന്നെയാണ്, വായന. അവിടെ പഴയ പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ, കുറേ ലൈഫ്, മറ്റേ ഈ പഴയ ഇലസ്ട്രേറ്റഡ് വീക്ക്ലി, നാഷണൽ ജിയോഗ്രാഫിക്, പിന്നെ പഴയ സിനിമ മാസികകൾ, അതൊക്കെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. പഴയ സിനിമ മാസികകൾ 50കളിലൊക്കെ അട്ടിക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മാവൻ അത് വിൽക്കാണ്ട് വെച്ചിരുന്നു. അപ്പോൾ ഞാനത് വായിച്ചു നോക്കും. അപ്പോൾ അതിൽ അന്നത്തെ സ്റ്റൈലിലുള്ള എഴുത്താണ്. പക്ഷെ എന്നാലും ദിലീപ് കുമാർ, ഈ രാജ് കപൂർ, നർഗീസ്, അന്നത്തെ ഗോസിപ്പുകൾ, പിന്നെ അന്നത്തെ പാട്ടുകളെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വായനയുണ്ട്. പിന്നെ മാതൃഭൂമി പത്രമാണ് അവിടുത്തെ ഒരു നമ്മുടെ പുറത്തുനിന്നുള്ള വരുന്നൊരു സാധനം. അത് ഒരു 11 മണിയൊക്കെയാവും എത്താൻ. അപ്പോൾ അതിൽ ഞാൻ മെയിനായിട്ട് വായിച്ചിരുന്നു സ്പോർട്സാണ്. കാരണം എനിക്ക് അന്ന് ഫുട്ബോളിനോട് ഭയങ്കര ഒരു താല്പര്യം. ഓരോരുത്തർക്കും ഉണ്ടാവില്ല. അപ്പോൾ ആ ഫുട്ബോൾ ശരിക്കും പറഞ്ഞാൽ ഫുട്ബോൾ കാണുന്നതിന് മുമ്പേ ഈ വായിച്ചിട്ടാണ് ഫുട്ബോളിനോടുള്ള. അതെ, വിംസി എന്ന് പറഞ്ഞിട്ടൊരു എഴുത്തുകാരുണ്ടായിരുന്നു. വിംസി വളരെ പ്രശസ്തനായിട്ടുള്ള സ്പോർട്സ് റിപ്പോർട്ടറാണ്, എഡിറ്റ് മാതൃഭൂമി ന്യൂസ് എഡിറ്ററൊക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ ഭയങ്കര ഒരു പഞ്ചാണ്. അതെന്നെ ഏറ്റവും ഇൻസ്പയർ ചെയ്തിട്ടുള്ളത്. കാരണം വെച്ചാൽ നമ്മളെ ആ കളിസ്ഥലത്തുള്ള മാതിരി തോന്നിക്കും പുള്ളി. അങ്ങനെ നമ്മൾ പുള്ളിയുടെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യും. അന്നത്തെ കാലത്ത് അതാണ് ഗോൾ അടിച്ചതും അങ്ങനെയാണ് ശരിക്കും ഞാൻ കാണാണ്ട് ഈ അക്ഷരങ്ങളിലൂടെയാണ് ഫുട്ബോൾ കണ്ടിട്ടുള്ളത് ആദ്യം. പിന്നെ ഫുട്ബോളൊക്കെ കണ്ടു. പക്ഷെ ഈ എഴുത്ത് എന്തുകൊണ്ടോ നമ്മളെ ഇൻസ്പയർ ചെയ്തു. എന്തെങ്കിലും പിന്നെ ബൈലൈൻ വരിക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താ വെച്ചാൽ നമ്മൾ ചെറുപ്പത്തിൽ ഞാൻ പൊതുവേ ഒരു അന്തർമുഖനായിരുന്നു, ഒരു ഇൻഫീരിയർ കോംപ്ലക്സ് ഒക്കെ ഉള്ള ഒരാളായിരുന്നു. അധികം ആളുമായിട്ട് സംസാരിക്കില്ല, ഫ്രണ്ട്സ് അങ്ങനെ അച്ഛനൊക്കെ ചീത്ത പറയപ്പെടും. അപ്പോൾ നമ്മളെ ഉള്ളിൽ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ആൾക്കാരാണല്ലോ അന്ന്. നമ്മൾ കസിൻസൊക്കെ നാട്ടിലൊക്കെ വരുമ്പോൾ അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കപ്പെടാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ തടിയൊന്നും അനങ്ങാതെ ശ്രദ്ധിക്കപ്പെടാനുള്ള ഒരു ഏർപ്പാട് എന്ന് പറഞ്ഞാൽ എഴുതുക. ബൈലൈനൊക്കെ വന്ന ആൾക്കാർ വലിയ കാര്യമായിട്ട് പറയുന്ന വിചാരിച്ചാൽ അതും കൂടി ഉണ്ടാവാൻ ചിലപ്പോൾ. അങ്ങനെ ഇങ്ങനെ സ്കൂളിൽ പഠിക്കുമ്പോൾ അന്ന് നിങ്ങൾ സ്നേഹസേന എന്ന് പറഞ്ഞിട്ടൊരു മാസിക വരെയായിരുന്നു സ്കൂളിൽ. ക്രിസ്ത്യൻസിൻ്റെ സ്കൂളാണ് ഞങ്ങളുടെ. അപ്പോൾ അതൊരു മിഷണറി ഒരു പ്രസിദ്ധീകരണമാണ്, കോട്ടയത്ത് നിന്ന് വരുന്നത്.
ബൈബിൾ കഥകൾ, സതുപദേശ കഥകളൊക്കെ ഉള്ളത്. അപ്പോൾ അതിലിങ്ങനെ ഒരു ലേഖനം അയച്ചു കൊടുത്തു അതിനെ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, വയനാടിനെ പറ്റി എഴുതിയിട്ട്. വയനാട്ടിലെ അതെ അതെ, സുന്ദരിയായ വയനാട്. എനിക്ക് തോന്നുന്നു 9ലോ മറ്റോ പഠിക്കുന്ന സാർ. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് നിന്ന് അടിച്ചു മാറ്റിയ കവറിലാണ് അയക്കുന്നത്. അപ്പോൾ ഇതെങ്ങാനും അടിച്ചു വന്നിട്ട് എൻ്റെ പേര് കണ്ടിട്ട് സ്കൂളിൽ നിന്ന് ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അടി കൊള്ളുമെന്ന് പേടിച്ചിട്ട് ഞാനൊരു തൂലികാ നാമം ഉണ്ടാക്കി. ആ സമയത്ത് എനിക്ക് അറിയാം തൂലികാ നാമമൊക്കെ ഇടുന്ന. അതെന്തായിരുന്നു? സാജു ശ്രീപുരം. എനിക്കറിയില്ല എന്തിനാങ്ങനെ പേര്. സാജു ശ്രീപുരം ഒക്കെ വീട്ടിന്റെ എസ്റ്റേറ്റിന്റെ പേരായിരുന്നു, അച്ഛൻ മാനേജറായിട്ടുള്ള എസ്റ്റേറ്റിന്റെ പേര്. സാജു എന്തായിട്ടെന്ന് ഇപ്പം എനിക്കിപ്പോഴും ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു ആ ക്ലാസ്സിൽ പഠിച്ചിരുന്നൊരു പയ്യുണ്ട്, നല്ലൊരു സ്റ്റൈലിനൊരു പയ്യുണ്ട് സാജു. അവൻ്റെ ഇൻസ്പയർഡ്. ഏതായാലും അത് അടിച്ചു വന്നു. അതെ അതെ, അത് അടിച്ചു വന്നു. അപ്പോൾ സിസ്റ്ററൊക്കെ, പക്ഷെ ഹെഡ് മാഷ്ക്ക് അത് മനസ്സിലായി. കാരണം വെച്ചാൽ ഫ്രീ കോപ്പി വരുമ്പോൾ നമ്മളെ പേരിൽ നോക്കുമ്പോൾ വയനാടിനെ പറ്റി എഴുതിയിട്ടുണ്ട് അതിൽ. അപ്പോൾ ഒരു ദിവസം പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെന്താ ഇതിൽ എഴുതിയിട്ടുണ്ടോ ചോദിച്ചു. മനസ്സിലായി ഹെഡ് മാസ്റ്ററിന്? അത് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ എഴുതിയതാണ്, എന്താ പേര് വെച്ച് എഴുതാത്ത? പറഞ്ഞിങ്ങനെ വേണ്ട സാർ, ഞാനൊരു തൂലികാ നാമം ഇനി പേര് വെച്ച് എഴുതണം പറഞ്ഞു. അപ്പോൾ പുള്ളി വളരെ ഇതായിട്ട് പ്രോത്സാഹജനകമായിട്ട് അതാണ് ആദ്യത്തെ ലേഖനം. പിന്നെ അതെനിക്ക് തോന്നുന്നു അതേ വർഷമാണോ അറിയില്ല, ഫുട്ബോൾ ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു സ്പോർട്സ് മാസികയുണ്ട് കണ്ണൂർ. അന്ന് കേരളത്തിൽ അതേ ഉള്ളൂ ഫുട്ബോൾ ഫ്രണ്ട്. അപ്പോൾ അവർക്ക് ഞാനൊരു മുഹമ്മദ് അലി കാഷ്യസ് ക്ലൈ, മുഹമ്മദ് അലി അന്ന് ജോർജ് ഫോർമാനെയായിട്ട് തോൽപ്പിച്ചിട്ട് വീണ്ടും വേൾഡ് ചാമ്പ്യനായ സമയം. സ്പോർട്സിൽ മൊത്തം ഒരു ജനറലായിട്ടൊരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഇത് എഴുതി അയച്ചു കൊടുത്ത് അതും പബ്ലിഷ് ചെയ്തു. അത് പക്ഷെ തൂലികാ നാമല്ല, രവീന്ദ്രനാഥ് ചുണ്ടേൽ എന്ന സ്ഥലം, രവീന്ദ്രനാഥ്. അപ്പോൾ അതാണ് ആദ്യത്തെ സ്പോർട്സ് ലേഖനം. പിന്നെ ഇങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ എഴുതി വന്ന് സ്പോർട്സാണ് പിന്നെ അധികം കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പോൾ സ്പോർട്സും പാട്ടും തമ്മിലുള്ള ബന്ധം, സ്പോർട്സിൽ നിന്ന് നേരെ പാട്ടത്തിലോട്ടുള്ള പോകാനുള്ള ഒരു, അത് ശരിക്കും പറഞ്ഞാൽ പാട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എപ്പോഴും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ വീട്ടിലൊക്കെ താമസിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ വളരെ ഏകാന്തമായിട്ടുള്ള സ്ഥലമാണ്. ഭയങ്കര രാത്രിയാണെങ്കിൽ ചിലപ്പോൾ ഭയങ്കര മഴയായിരിക്കും, ഇടിമിന്നലൊക്കെ ഉള്ള ഒരു അങ്ങനെയുള്ള ഭംഗിയുള്ള സ്ഥലമാണ്. പക്ഷെ രാത്രിയായ പേടിയും. അപ്പോൾ അമ്മയല്ലേ ഉള്ളൂ. അപ്പോൾ അമ്മയ്ക്ക് പാട്ട് വലിയ ഇഷ്ടമാണ്, അമ്മയ്ക്ക് ഭയങ്കര പാട്ട് ഇഷ്ടമാണ്. അപ്പോൾ അമ്മ റേഡിയോ വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ റേഡിയോയിൽ പാട്ട് കേൾക്കണമെങ്കിൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ്. കാരണം ഡിസ്റ്റർബൻസ് ആണ് മൊത്തം. കര ഈ അടുപ്പിലൊക്കെ ചട്ടിയിലൊക്കെ വറുത്തിടുന്ന പോലത്തെ ശബ്ദം ഉണ്ടാവും. അതിൻ്റെ കൂടെയാണ് ഇങ്ങനെ താമസം എന്നൊക്കെ വരിക. അപ്പോൾ അതിങ്ങനെയൊക്കെ അതൊരു ഭയങ്കര, ഇത് ഫുള്ള് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാലൊരു ഭയങ്കര ത്രില്ല. ചിലതൊക്കെ ഇങ്ങനെ ഈ വേവ്സ് മാതിരിയാണ്, ഇങ്ങനെ താഴും പൊന്തും തോഴും. അങ്ങനെ ഈ പാട്ടിങ്ങനെ മോഹിച്ച് കേൾക്കുക നമ്മൾ. ഇന്നത്തെ മാതിരി എപ്പോൾ വേണമെങ്കിൽ പാട്ട് ഇങ്ങനെ അടിച്ചാൽ കിട്ടില്ലല്ലോ. അതെ, ആ പാട്ട് ഇപ്പം എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് കേൾക്കുക. അപ്പോൾ അതിങ്ങനെ കേട്ടിരിക്കും. അമ്മയ്ക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഈ സിംഗേഴ്സ് ആരാന്നൊക്കെ പിന്നെയാണ് മനസ്സിലാവുന്നത്. പാട്ടുകൾ ഇഷ്ടമാണ്. അപ്പോൾ ഈ പാട്ടുകൾ ഇങ്ങനെ മനസ്സിൽ നമ്മളെ ഞരമ്പിലൊക്കെ കയറി കാണും. അപ്പോൾ സമയത്ത് പഠിക്കണം എന്നാണ്. അച്ഛൻ വളരെ സ്ട്രിക്റ്റാണ്. അപ്പോൾ പഠിക്കണതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചിലപ്പോൾ അച്ഛൻ റേഡിയോ വെച്ചിട്ടുണ്ടാവും അപ്പുറത്തെ മുറിയിൽ. അപ്പോഴേ ശ്രദ്ധ മുഴുവൻ പാട്ടില്ല. അങ്ങനെ എപ്പോഴും ഓർക്കാറുണ്ട്. ആദ്യം ഈ പൂവും പ്രസാദവും എന്നുള്ള പാട്ട്, അതിൻ്റെ തുടക്കത്തിൽ കുറേ കിളി ശബ്ദമൊക്കെ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ വരുമ്പോൾ തന്നെ ത്രില്ലായി. കാരണം ആ പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ട് അതിന് കേൾക്കാൻ. അപ്പം അച്ഛൻ വിളിച്ചു ചോദിക്കും, എന്താ അവിടെ ആരും പഠിക്കണമെന്നില്ല, ഒന്നും കേൾക്കണില്ലല്ലോ അറിയാം. അപ്പം ഞാൻ എന്ത് പുസ്തകം എന്തൊക്കെയോ വായിക്കും, പുസ്തകത്തിലൊന്ന് വായിക്കുക, കട പൂവും പ്രസാദം എന്നൊക്കെ വായിച്ചിട്ടുണ്ട് ചിലപ്പോൾ. അപ്പോൾ അതും ഈ പാട്ട് കേൾക്കലും കൂടി അങ്ങനെയൊക്കെ ഒരു സാഹസമായിരുന്നു ആ കാലത്ത് പാട്ട് കേൾക്കൽ. പക്ഷെ അതെന്തുകൊണ്ട് അതിങ്ങനെ വന്നു. ഫുട്ബോളിനെ കുറിച്ചാണ് എഴുതുന്നതെങ്കിലും പാട്ടിനെ കുറിച്ച് ഇഷ്ടമായിരുന്നു. റേഡിയോന്റെ എനിക്കൊന്നൊരു ഭാഗമായോണ്ടാണ് സരോജിനി. അതെ, സരോജിനി ശിവലിംഗ്. അന്നത്തെ കാലത്ത് അമ്മയ്ക്ക് ഈ റേഡിയോ സിലോൺ അന്ന് എല്ലാവരും അന്നത്തെ മലയാളീസിനൊക്കെ ഇഷ്ടമാണ്. കാരണം ഈ ആകാശവാണിയിൽ വല്ലപ്പോഴേ ചലച്ചിത്രഗാനം വരുള്ളൂ. റേഡിയോ സിലോണിൽ എല്ലാ ദിവസവും ഒരു 3:30 മുതൽ 4:30 വരെ മലയാളം പരിപാടി. അപ്പോൾ അതിൽ പാട്ടുകളുണ്ടാവും. അപ്പോൾ അത് അമ്മ 3:30 ആയിട്ട് ചായ ഉണ്ടാക്കാൻ വേണ്ടി വരുമ്പോൾ റേഡിയോ കൊണ്ടയ്ക്കും. അവിടെ അതിൻ്റെ മുകളിൽ തിണ്ടിൽ കൊണ്ടുവയ്ക്കുക. ചിലപ്പോൾ അടുപ്പിൻ്റെ അടുത്താണ് കൊണ്ടയ്ക്കുക. അടുപ്പിൻ്റെ അടുത്ത് കൊണ്ടുവച്ചിട്ട് റേഡിയോ അടുപ്പിൻ്റെ അടുത്ത് കൊണ്ടുവയ്ക്കുമ്പോൾ അമ്മയ്ക്ക് അമ്മ ഒരു എൻ്റെ മരത്തിൻ്റെ വേറൊരു കിർക്കാണ്. അപ്പോൾ അടുപ്പത്ത് വീതനപ്പുറത്ത് വെക്കുക എന്ന് പറയാം, വീതനപ്പുറം എന്ന് വെക്കും. അപ്പോൾ അവിടെ കൊണ്ടുവയ്ക്കും. അവിടെ കൊണ്ടുവച്ച് പാട്ട് ഓൺ ചെയ്ത് വയ്ക്കും.
അപ്പോൾ ഇടയ്ക്ക് തീപ്പൊരിയൊക്കെ പറക്കും. അതാ ഞാൻ ചോദിച്ചത്, അടുപ്പത്ത് കൊണ്ടുവയ്ക്കുമ്പോഴേ പണ്ട് ഗ്യാസ് അടുപ്പൊന്നല്ലല്ലോ, മറ്റേ മറ്റേ വിറക് അടുപ്പ്. അമ്മ ദോശ ഉണ്ടാക്കുന്നുണ്ടാവും, പാട്ട് അവിടെ യേശുദാസ് പാടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് തീപ്പൊരി പറക്കും ഇടയ്ക്ക്. ഞങ്ങൾക്ക് ചെറിയ കുട്ടിയല്ലേ, ഞാനിങ്ങനെ. അപ്പോൾ ഒരു ദിവസം തീപ്പൊരി പറിച്ചിട്ട് ഇത് ഈ ലെതറിൻ്റെ ഇത് ഉള്ള ഒരു തുകൽ ഉടുപ്പിട്ട റേഡിയോ. അപ്പോൾ ഈ റേഡിയോയിലേക്ക് കുറച്ച് തീ കത്തി പിടിച്ചു. അപ്പോൾ എല്ലാവരും പേടിച്ചു. അപ്പോൾ ആരോ ജോലിക്കാരി ഉണ്ടായിരുന്നു, ജോലിക്കാരി പിടിച്ചു വെച്ചാൽ. അപ്പോൾ അമ്മ പറയണെന്ന് വെച്ചാൽ മാണിക്യ വീണ മുഴം കേൾക്കാൻ പറ്റിയില്ല. അതിലാണ് സങ്കടം. അപ്പോൾ അങ്ങനെ ഒരു ക്രേസായിരുന്നു അമ്മയ്ക്ക് പാട്ട്. ചില പാട്ടുകൾ ഇങ്ങനെ എന്താ പറയുക, ചില ശബ്ദങ്ങൾ ആരാന്നൊക്കെ അമ്മയെ പറഞ്ഞു. യേശുദാസ്, യേശുട്ടി എന്ന് പറയും അമ്മയ്ക്ക്. ഇങ്ങനെ ഇവിടുത്തെ ജയചന്ദ്രൻ, ഇങ്ങനെ അവരുടെ സ്വന്തം ആളുകൾ മാതിരിയാണ്. ഞാൻ ജയേട്ടനോടൊപ്പം പറയുമ്പോൾ ജയേട്ടൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്ന് നീ പറയണ്ടേ, ഞാൻ ഇപ്പോൾ വരുമായിരുന്നല്ലോ അമ്മയെ കാണാമെന്ന് പറഞ്ഞു. പക്ഷെ എന്തോ വരാൻ പറ്റിയില്ല, കാണാൻ പറ്റിയില്ല. എനിക്ക് ജയേട്ടന്റെ പാട്ട് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൂർണ്ണേന്ദു മുഖി വലിയ ഇഷ്ടമായിരുന്നു. ആദ്യം വീട്ടിൽ ടേപ്പ് റെക്കോർഡർ കൊണ്ടു. എനിക്കൊന്ന് ഞങ്ങളൊക്കെ ഞാൻ 3-ലൊക്കെ പഠിക്കുന്ന സമയം അതുകൊണ്ട്. അപ്പം അന്ന് ടേപ്പ് റെക്കോർഡർ വലിയൊരു സംഭവമാണ്. റേഡിയോ തന്നെ ലൈസൻസ് എടുത്താലേ കിട്ടുള്ളൂ. റേഡിയോ ഒക്കെ ഒരു വീട്ടിൻ്റെ മുകളിൽ അച്ഛൻ തൊടാൻ സമ്മതിക്കില്ല. റേഡിയോ ഒക്കെ ഇങ്ങനെ നോബൊക്കെ പിടിച്ച് തിരിച്ച് അടിയാണ്. അപ്പോൾ ടേപ്പ് റെക്കോർഡർ ഇങ്ങനെ നിലത്ത് കിടത്തി വെക്കുന്ന ടേപ്പ് റെക്കോർഡറാണ് ഇങ്ങനെ. അപ്പോൾ അന്നിങ്ങനെ കൊണന്നു, ഒരാളാ വീട്ടിൽ കൊണന്നു, അച്ഛൻ വാങ്ങി. അപ്പോൾ അതിനെ ഈ കാസറ്റ് ഇങ്ങനെ തിരിയണമൊക്കെ ഭയങ്കര സംഭവമാണ്. അതിങ്ങനെ തിരിയണം, എന്ത് ഇപ്പോൾ പാട്ട് കേൾക്കണം. അപ്പോൾ പാട്ട് കേട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്നാൽ നിങ്ങളുടെ എല്ലാവരെയും ശബ്ദം റെക്കോർഡ് ചെയ്ത് തരാം. അതും വലിയ സംഭവം, ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്നു. ഓരോരുത്തർ, ഞാനുണ്ട്, അനിയനുണ്ട്, അനിയത്തിയുണ്ട്, അമ്മയുണ്ട്, ഓരോരുത്തരും പാടാൻ പറഞ്ഞു. അപ്പോൾ അതിൽ അമ്മ പാടിയത് ഈ പാട്ടാ, പൂർണ്ണേന്ദു മുഖിയോടും. അപ്പോൾ അമ്മ നോട്ട്ബുക്കിലൊക്കെ എഴുതി വെച്ച് അമ്മ പാട്ട് പാടും. അമ്മ ഇഷ്ടം കൊണ്ടല്ല അത് അങ്ങനെ ഭയങ്കര ലയത്തിലൊന്നുമല്ല, അമ്മയ്ക്ക് ഇഷ്ടമുള്ള പാട്ട് അമ്മ പാടുന്നുള്ളൂ. ഈ പാട്ട് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഞാനാണ് കാറ്റടിച്ചു എന്നുള്ള പാട്ട്, അന്നത് വലിയ ഹിറ്റ് പാട്ട്. കാറ്റടിച്ചു, കൊടും കാറ്റടിച്ചു. പിന്നെ ഞാൻ ആലോചിക്കും, കാറ്റടിച്ചു ഒക്കെ പാടി അതേ പാട്ട് എനിക്ക് അടിയും വാങ്ങി തന്നിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ പോയിട്ട് 3-ലൊക്കെ പഠിക്കുന്ന സമയം. അപ്പോൾ ഈ ഉച്ചയ്ക്ക് ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞിട്ട് ക്ലാസ് തുടങ്ങാറുള്ള സമയത്ത് ടീച്ചർ വന്നിട്ടുണ്ടോ, ഞാനിത് അധികം കാറ്റടിച്ചു എന്നുള്ള പാടിക്കൊണ്ടിരിക്കും. അപ്പം ടീച്ചർ വന്ന് ഇങ്ങനെ ചെവി ഇങ്ങനെ പിടിച്ചിങ്ങനെ, കാറ്റടിച്ച് തീർന്നില്ലേ? അപ്പോൾ അത് അങ്ങനെ വെറുതെ തമാശ പറഞ്ഞു. പിന്നെ ഞാൻ അന്ന് ചിന്തിച്ചിട്ടില്ല, ഈ കാറ്റടിച്ചു കൊടുങ്കാറ്റടിച്ചു എന്ന് പറയുന്ന പാട്ട് കമ്പോസ് ചെയ്ത കഥ ദേവരാമാഷ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ദേവരാമാഷ് കൂടെ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പരവൂർ മാഷിനെ വിളിച്ച് ഒരു ദിവസം പരവൂർ നിന്നിട്ട് മാഷ് കുട്ടിക്കാലം ചെലവഴിച്ച സ്ഥലത്ത് കൂടെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. കാറിൽ ഞങ്ങൾ മാഷിൻ്റെ വൈഫും ഞാനൊക്കെ. മാഷ് ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഓരോ സംഭവങ്ങൾ പറയുമ്പോൾ ഈ പരവൂർ ഒരു കുറ്റൂർ പാലമുണ്ട്. ആ പാലത്തിൻ്റെ കൂടെ ഇങ്ങനെ പോകുമ്പോൾ മാഷ് പറഞ്ഞു ഇങ്ങനെ, ആ സൈഡിൽ നിന്നും ഈ സൈഡിൽ നിന്നും തോണിക്കാർ വരും. അപ്പോൾ ആ സൈഡിൽ നിന്നുള്ള തോണിക്കാർ ഈ സൈഡിലെ തോണിക്കാർക്കൊരു ഹമ്മിങ്ങിൽ കൂടിയാണ് ഒരു പറഞ്ഞിട്ടൊരു സിഗ്നൽ കൊടുക്കും. അപ്പോൾ അത് ഇങ്ങനെ കുട്ടിക്കാലത്ത് മാഷ് സ്കൂളിൽ പോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കും അത്. ഈ പാട്ട് ഇതൊരു എന്താ പറയുക, ഒരു നദി ഗാനാണ്. ഒരു അങ്ങനത്തെ ഒരു ജലാശയങ്ങളുടെ ബേസ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഒരു പാട്ടാണ്. അങ്ങനെ ഒരു ചില തോണിക്കാരൊക്കെ പാടുന്ന ടൈപ്പ്. അപ്പോൾ ഈ പാട്ടിൻ്റെ തുടക്കത്തിൽ അങ്ങനെ ഒരു ഹമ്മിങ്ങാണ്. ആ ഹമ്മിങ് ഇൻസ്പയർഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് യേശുദാസിൻ്റെ ആ പാട്ട്. പിന്നെ അതേ പാട്ട് സിനിമയിൽ പാടി അഭിനയിച്ച ആളെയും കണ്ടു ഞാൻ, ബെന്നി അങ്കിൾ എന്ന് പറഞ്ഞിട്ട്. അതും യേശുദാസ് അഭിനയിക്കാൻ വിചാരിച്ചിരുന്ന ഒരു സീനാത്. യേശുദാസിനെ കൊണ്ട് അഭിനയിപ്പിക്കണം എന്ന് വിചാരിച്ചു വിൻസെൻ്റ് മാഷ്. യേശുദാസേട്ടനൊന്നും വരാൻ പറ്റില്ല. അപ്പോൾ ഈ ബെന്നി അങ്കിൾ വിൻസെൻ്റ് മാഷ് ഒരു ബന്ധുവാണ്. ബെന്നി അങ്കിളെ കൊണ്ട് പാടി അഭിനയിപ്പിച്ചു. ഇങ്ങനെ പുള്ളി നെറ്റ് ഇങ്ങനെ കെട്ടിയിട്ട് പാടുന്ന പാട്ടാണ്. അപ്പോൾ ഞാൻ പറയാം, യാദൃശ്ചികതകളാണ് അതൊക്കെ. അന്ന് ആലോചിക്കുന്നില്ല നമ്മൾ അടികൊള്ളുമ്പോൾ. പിന്നെ വയനാട്ടിൽ നിന്ന് ഞാൻ ദേവഗിരി കോളേജിൽ പ്രീ ഡിഗ്രിക്ക് കിട്ടി. അപ്പം അന്ന് കോഴിക്കോട് എന്നൊക്കെ പറഞ്ഞാൽ മഹത്തായ സംഭവം, ദുബായ് ഒക്കെ ഉള്ള മാതിരി അന്നത്തെ കാലത്ത്. ആ നഗരം, അതെ അതെ. അപ്പം എല്ലതും അപൂർവതയാണ്. ഓട്ടോറിക്ഷ. അപ്പം അവിടെ വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ പാട്ടുകളോടുള്ളൊരു
ഇഷ്ടം കൂടുതൽ. പക്ഷെ കോഴിക്കോടാവുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പരിപാടികളുണ്ടാവും, ഗാനമേളകളൊക്കെ കാണാം. കോഴിക്കോട് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന അന്തരീക്ഷത്തിലും ശ്വസിക്കാം നമുക്ക് സംഗീതം. അപ്പോൾ ഇങ്ങനെ ടൗൺ ഹാളിലായാലും മാനാഞ്ചിറയായാലും ഒക്കെ പാട്ടുകളല്ലേ, പാട്ടുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ ആ കൾച്ചറിലേക്ക് വന്നുകൊണ്ടായിരിക്കും ചിലപ്പോൾ അതിനിങ്ങനെ പാട്ടുകളെക്കുറിച്ച് എഴുതി. അത് പാട്ടുകളെക്കുറിച്ച് എഴുതിയതിൻ്റെ ഒരു യാദർച്ഛികത ഞാൻ മുമ്പ് എഴുതിയിട്ടുണ്ട്. ലീല ചേച്ചിയെ ഇന്റർവ്യൂ ചെയ്യാൻ പോയിട്ട് എഴുതേണ്ടി വന്നതാ. ചേച്ചിയാണ് അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ആയത്. അതൊന്ന് കഥയൊന്ന് പറയാമോ? അത് ഞാനിങ്ങനെ പറഞ്ഞ മാതിരി ലീല ചേച്ചീനോട് വലിയ ഇഷ്ടമായിരുന്നു പാട്ടിനോട്. എന്താ വെച്ചാൽ അവരുടെ കുട്ടിക്കാലം മുതലേ കേൾക്കുന്ന ശബ്ദമാണ്. എനിക്കെപ്പോഴും തോന്നുന്ന നമ്മുടെയൊക്കെ ഒരു വല്യമ്മമാർ ഇല്ലെങ്കിൽ അമ്മമ്മയൊക്കെ പറയും ഒരു ഭയങ്കര ഒരു റെസ്പെക്റ്റും സ്നേഹവും ഒക്കെ തോന്നുന്ന ഒരു അങ്ങനത്തെ ഒരു മാതൃത്വമാണ് അവരുടെ. അമ്മാരി അവർ പാടിയിട്ടുള്ള കണ്ണും പൂട്ടി ഉറങ്ങുക. അപ്പം അവരോട് എനിക്ക് ഭയങ്കര ഒരു അടുപ്പാണ് കാണാതെ തന്നെ. പക്ഷെ അവരന്ന് കത്തിജ്വലിച്ച് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കോഴിക്കോട് പ്രാവശ്യം ഒരു ഗാനമേളയ്ക്ക് ഒരു കച്ചേരിക്കാൻ മറ്റോ വന്നവർ. ഞാൻ എനിക്കൊന്ന് കാണണം, സംസാരിക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ മുല്ലശ്ശേരി രാജഗോപാൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അമ്മയുടെ കസിനാണ്. രാജേട്ടെന്നാണ് വിളിക്കുക. അതായത് നമ്മൾ ദേവാസുരം മംഗലശ്ശേരി നീലകണ്ഠൻ്റെ ഒറിജിനൽ ക്യാരക്ടറാണ്. അപ്പോൾ അദ്ദേഹമാണ് എൻ്റെ ഒരു അക്കാലത്തെ ഒരു എന്താ പറയുക ഫ്രണ്ട് ഫിലോസോഫർ ആൻഡ് ഗൈഡ്. ഈ പാട്ടിലേക്കുള്ള എൻ്റെ ഇതൊക്കെ പുള്ളി. അപ്പോൾ ഞാൻ വൈകുന്നേരം എല്ലാ ദിവസവും അവിടെ പോവും. പുള്ളിയുടെ ഒരു ശിഷ്യനാണ്. അവിടെ തന്നെ ഒരുപാട് കഥകളുണ്ടാവും, ഇഷ്ടംപോലെ കഥ. അപ്പോൾ അവിടെ ചെയ്യാൻ പറഞ്ഞു, രാജമ്മ ഇങ്ങനെ ലീല ചേച്ചി വരുന്നുണ്ട്, എനിക്കൊന്ന് കാണണം. അതെന്താ ഞാൻ പറയാറ്. അപ്പോൾ ചേച്ചി വിളിച്ച് പറഞ്ഞു, രാജമ്മ അറിയാം നേരത്തെ പോയി വന്നൊക്കെ വരുന്നുണ്ട് എൻ്റെ ഒരു അനന്തരവൻ, അവന് പോയി അവൻ കാണണമെന്നുണ്ട്. അങ്ങനെ ചെന്നു വളകാപുരിയിൽ. അപ്പോൾ ലീല ചേച്ചി നല്ല പാവം, ഒരു ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ ഒക്കെ മേശപ്പുറത്തൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഭയങ്കര ഗുരുവായൂരപ്പ് ഭക്തിയാണ്. പിന്നെ കണ്ട വലിയ സ്നേഹമായി, വാത്സല്യത്തോടു കൂടി സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ കുറേ സംസാരിച്ചു. പെട്ടെന്ന് വരാമെന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷെ ഞാനിങ്ങനെ പഴയ കഥകളൊക്കെ ചോദിക്കുമല്ലോ, എനിക്കിങ്ങനെ അന്നേ ഈ ഇതുണ്ട്, കൗതുകങ്ങളുണ്ട്, ജിജ്ഞാസ. ഇതെങ്ങനെയാണ് അങ്ങനെ, എത്ര വയസ്സായിരുന്നു, അപ്പോൾ എങ്ങനെയാണ് റെക്കോർഡിങ്, 14 ചെറിയ കുട്ടിയല്ലേ, അതെ സ്റ്റൂളിൽ കയറി നിന്നിട്ടാണ് റെക്കോർഡ് ചെയ്ത്, ഇങ്ങനെയൊക്കെ പറയും. അതെ അതെ, ആദ്യത്തെ റെക്കോർഡിങ് അങ്ങനെയായിരുന്നു. അതെ അതെ, 1940s അല്ലേ, 46 ആ കാലത്ത്. എനിക്കൊന്നുമില്ല, ലതാ മങ്കേഷ്കറൊക്കെ പാടുന്നതിന് മുന്നേ പാടിയിട്ടുണ്ട് അവർ. അപ്പോൾ പുറത്തുനിന്നുള്ള ഇത് വരുമല്ലോ, ശബ്ദശകലങ്ങൾ അകത്തേക്ക് വരെ. ഇപ്പോൾ ബസ്സൊക്കെ പുറത്തു കൂടെ പോവും, അത് കേൾക്കാതിരിക്കാൻ വേണ്ടി രാത്രിയാണ് റെക്കോർഡിങ്. പിന്നെ ഈ ചേച്ചി തന്നെ പറഞ്ഞു, ഇങ്ങനെ മൺകുടങ്ങളൊക്കെ ഇങ്ങനെ മുകളിൽ നിന്ന് തൂക്കിയിട്ടുണ്ട്. ഒന്നും മനസ്സിലായില്ല. അപ്പോൾ ശരിക്കും എക്കോ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഇതായിരുന്നു അത്ര. അത് കുറേ മൺകളി. അപ്പോൾ പിന്നെ മനസ്സിലാക്കണം, ഈ കുട്ടി ആയതുകൊണ്ട് മൈക്ക് മുകളിലായതുകൊണ്ടും ഒരു സ്റ്റൂളൊക്കെ കയറ്റി കസേരയമ്മിൽ കയറി നിന്നിട്ടാണ് പാടിയത്. അപ്പം ഇങ്ങനെയുള്ള കഥയൊക്കെ പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ യാത്ര പറഞ്ഞ് പോരും അങ്ങോട്ട്, വീടിന്ന് അല്ല റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ചേച്ചി ഇങ്ങനെ വന്നു അടുത്ത്. അപ്പോൾ പോകുമ്പോൾ അങ്ങനെ യാത്ര പോകുമ്പോൾ ചേച്ചി ചോദിച്ചു, അപ്പോൾ ഇത് എവിടെ പഠിച്ചു വരിക വെച്ചു. ഞാനോ കുടുങ്ങിപ്പോയി. പോയി അടിച്ച് എഴുതാൻ വേണ്ടിയല്ലല്ലോ ഇത്. അപ്പം എനിക്കാണെങ്കിൽ പറയാനും മടി. ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ പറയാമെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് സമാധാനം പോയി. കാരണം അവരെ പോലെ ഒരാളെ നമ്മൾ ഇത്രയും പ്രതീക്ഷയും കൊടുത്തിട്ട് അവസാനം ഞാൻ രണ്ടും കൽപ്പിച്ച് എഴുതി അയച്ചു കൊടുത്തു കൗമുദിയുടെ ഞായറാഴ്ച പതിപ്പ്. അത് അവർക്ക് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ എഡിറ്റർ അത് പബ്ലിഷ് ചെയ്തു. ഉജ്ജയിനിയിലെ ഗായിക എന്ന് തലക്കെട്ടിട്ടു. ഇപ്പൊ എത്ര ബുക്സ് ആണ് എഴുതി കഴിഞ്ഞിരിക്കുന്നത്? ഇപ്പൊ ഏതാണ്ട് 30ഓളം ബുക്സ് എഴുതി കഴിഞ്ഞു. 31ാമത്തെ ബുക്കാണ് ലാലേട്ടൻ പ്രകാശനം ചെയ്തത് അല്ലേ? എനിക്ക് തോന്നുന്നു ഈ എന്താ പറയാ, റേഡിയോയിലൊക്കെ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ മാതൃഭൂമിയിൽ വർക്ക് ചെയ്യണതുകൊണ്ട് ഒരുപാട് ലെജൻസിനായിട്ടും അങ്ങനെ ഒരുപാട് കണക്ഷൻസും മെമ്മറീസും കഥകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ രാഘവൻ മാഷിനെ കുറിച്ച് ആദ്യം കണ്ട സമയത്ത് എന്തായിരുന്നു ഒരു? രാഘവൻ മാഷ് നമ്മളെന്ന് വെച്ചാൽ ഞാൻ ഫുട്ബോൾ മാതൃഭൂമിയിൽ വന്നോണ്ടല്ല, അല്ലാതെ തന്നെ എനിക്ക് ഇവരെ കാണണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു പലരെയും. അപ്പോൾ ഈ ലീല ചേച്ചിയെ കണ്ടു. അതൊക്കെ യാദൃശ്ചികമായിട്ട് കാണുന്നതാണ്, അല്ല ഞാൻ ഒരിക്കലും അത് എഴുതണം എന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല.
പക്ഷെ അതേപോലെ ഓരോ ആളുകൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു എന്നുള്ളതാണ്. ഇപ്പോഴും ആലോചിക്കുമ്പോൾ അത്ഭുതം. എങ്ങനെയാണ് അതിക്കുറിച്ച് സുകുമാരനാരെ ഇൻ്റർവ്യൂ ചെയ്തു, അതൊരു ഭയങ്കര അത്ഭുതമാണ്. അതെ, നസീർ സാറിൻ്റെ ലാസ്റ്റ് ഇൻ്റർവ്യൂ, അതൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും നസീർ സാറിനെ ഒന്ന് കാണുന്നേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. എപ്പോഴും നമ്മൾ കുട്ടിക്കാലം മുതലേ നസീർ സാറിൻ്റെ ഫോട്ടോസും പിന്നെ ചുമരുമ്പിലൊക്കെ നസീർ സാറിൻ്റെ സിനിമകളുടെ പോസ്റ്റേഴ്സൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് കാണണമെന്നേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ ഇൻ്റർവ്യൂ ചെയ്യേണ്ടി വന്നു. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ഇൻ്റർവ്യൂ ആയി മാറി എന്നുള്ളതാണ് എൻ്റെ ഒരു. അപ്പോൾ അങ്ങനെ ദേവരായ മാഷ്, രാഘവൻ മാഷ്, ദക്ഷിണാമൂർത്തി സ്വാമി, പുകഴേന്തി, ചിദംബരനാഥ്, അങ്ങനെ എല്ലാവരെയും എനിക്ക് ഞാൻ പലരും മരിച്ചു പോയിരുന്നു. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയവരെ കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ബാബുരായനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റിയില്ല, വയലാറിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഭാസ്കരൻ മാഷയോട് സംസാരിച്ചിട്ടുണ്ട്, ONV സാറ്, മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, യൂസഫ് അലി, അങ്ങനെ ഒരേ പേരെ കാണാൻ ഭാഗ്യമുണ്ടായി. അതിലെനിക്ക് തോന്നുന്ന ഏറ്റവും ഒരു പ്രിഷ്യസ് ആയിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് ദേവരായ മാഷ്. അത് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും സുതാര്യനായ മനുഷ്യൻ, വ്യക്തിത്വമുള്ള ഒരു മനുഷ്യൻ. ധാരാളം പേരെ നമ്മൾ കാണുന്നുണ്ട്. ചില ആളുകളെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇയാളെ കാണേണ്ടിയിരുന്നില്ല എന്നൊക്കെ തോന്നും. നമ്മൾ ഇയാളുടെ പാട്ട് കേട്ടാൽ മതിയായിരുന്നല്ലോ എന്നൊക്കെ ചിലരെ പറ്റിയൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല. ഇദ്ദേഹത്തെ കണ്ടില്ലെങ്കിൽ നമ്മളെ ജീവിതം വെറുതെ ആയിരുന്നു എന്ന് തോന്നുന്നു എനിക്ക്. കാരണം അത്രയും വലിയൊരു മനുഷ്യരായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പുറത്ത് നോക്കുമ്പോൾ ഭയങ്കര ഒരു ടഫായിട്ടുള്ള ഒരു ആളാണ്. പറഞ്ഞു കേട്ടിട്ടുള്ള കഥകളും വളരെ പേടിപ്പെടുത്തുന്ന കഥകളാണ്. അദ്ദേഹം ആരെയും വകവയ്ക്കില്ല, അങ്ങനെയില്ല. പക്ഷെ എന്തുകൊണ്ടോ എന്നെ ഒറ്റ നടത്തതിൻ്റെ പുള്ളി അംഗീകരിച്ചു. ഞാൻ പേടിച്ച മാതിരിയൊന്നും സംഭവിച്ചില്ല. പിന്നെ അദ്ദേഹത്ത് യാത്രകൾ ചെയ്തു, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ചെയ്തു, അദ്ദേഹത്തിൻ്റെ മറ്റ് കഥകൾ കേട്ടു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ആൽബം അത് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റി. എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് പുള്ളി ഗുരുദീപം എന്ന് പറഞ്ഞിട്ടൊരു ആൽബം ചെയ്തു കേരള കൗമുദി മ്യൂസിക്സിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കുറേ ഭാഗ്യമുണ്ട്. ഇപ്പോഴും ഞാൻ ആലോചിക്കും, ഇപ്പോൾ ഒരു സ്വപ്നമായിരുന്നു അതൊക്കെ. എങ്ങനെയാണ് അദ്ദേഹമായിട്ട് പരിചയപ്പെട്ടത്? ആദ്യമായിട്ട് എവിടെന്നാണ് കണ്ടത്? ആദ്യമായിട്ട് ഞാൻ കാണുന്നത് എൻ്റെ ഓർമ്മ കോഴിക്കോട് ഏതോ ഒരു CPIയുടെ ഒരു സമ്മേളനം എന്തോ നടക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് മുതലക്കുളം മൈതാനിയിൽ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു അവിടെ അതിലിങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് ഒരാളിങ്ങനെ ഓട്ടോറിക്ഷയിൽ കയറി പോകുന്നുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ എവിടെയോ കണ്ടൊരു ഓർമ്മ. പിന്നെ പെട്ടെന്ന് ദേവരായ മാഷല്ലേ ഇതും. അതാണ് ആദ്യത്തെ ഒരു കാഴ്ച. പിന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ജ്യോതിഷ് എന്ന് പറയും, ഹിന്ദുവിലുള്ള. അപ്പോൾ ജ്യോതിഷ് മാഷോട് എന്നെ പറ്റി പറഞ്ഞു. ഇങ്ങനെ ജ്യോതിഷ് മാഷമായിട്ട് വലിയ അടുപ്പായിരുന്നു. ഇങ്ങനെ കോഴിക്കോടാണ്, ചിലപ്പോൾ മാഷിന്ന് കാണാൻ വരും. അപ്പോൾ മാഷ് സമ്മതിച്ചു. അങ്ങനെ ഞാൻ അന്ന് മാഷ് വലിയ വലിയ ഹോട്ടലുകളിലോ അല്ലെങ്കിൽ റിസോർട്ടുകളിലോ ഒന്നും അങ്ങനെയൊന്നും താമസിക്കുന്ന ശീലമില്ല. കോഴിക്കോട് വന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകൻ, ഒരു ദിനേശ് എന്ന് പറഞ്ഞിട്ട്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു പുള്ളി. അപ്പോൾ പുള്ളി വലിയ ദേവരാജ ഭക്തനാണ്. ദേവരാജ മാഷ പാട്ടുകൾ കളക്ട് ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സാധാരണ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കണ്ടു, മാഷ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ മാഷ് ചെന്നപ്പോൾ സംസാരിച്ചു, ചിരിച്ചു. അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷെ അങ്ങനെ ചിരിക്കൊന്നുമില്ല എന്നൊക്കെ. പക്ഷെ വളരെ നന്നായി സംസാരിച്ചു. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. പിന്നെ പുള്ളിയുടെ പുള്ളിയുടെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, പുള്ളി എന്നോട് പറഞ്ഞപ്പോൾ അന്ന് അദ്ദേഹം എനിക്ക് തോന്നുന്നത് ബേബി മെമ്മോറിയലിൽ ഒരു സർജറിക്ക് വന്നു, അതൊരു കൺസൾട്ടേഷന് വന്നതാണ് അസുഖമായിട്ട്. അപ്പോൾ കുറച്ച് ദിവസം അവിടെ ഉണ്ട്, ഒരാഴ്ചയിലേറെ അവിടെ ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് കാണാൻ പോവും. അപ്പോൾ അവസാന ദിവസം പോകുന്നതിൻ്റെ 2 ദിവസം മുന്നേ എന്നോട് പറഞ്ഞു, ഇങ്ങനെ എനിക്കൊരാഗ്രഹമുണ്ട് ദേവി, നിങ്ങൾ വിചാരിച്ചാൽ ചിലപ്പോൾ നടക്കുന്നു. അപ്പോൾ ഞാൻ വിളിച്ച് ഞാനെങ്ങനെയാണ് മാഷുടെ ആഗ്രഹം നടത്തുന്നത്? അല്ല, ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരും. എന്താന്ന് ചോദിച്ചപ്പോൾ ഒളിമ്പ്യൻ റഹ്മാനെ കാണണം, ഫുട്ബോൾ പ്ലെയറാണ് മാഷ്, നല്ല ഫുട്ബോൾ. അതെ അതെ. അപ്പോഴാണ് ഞാൻ അറിയുന്ന മാഷ് ഇങ്ങനെ ഫുട്ബോളൊക്കെ. അതെന്താ മാഷ് അങ്ങനെ? അല്ല, എനിക്ക് 50കളിലൊക്കെ ഞാൻ സന്തോഷ് ട്രോഫി കാണാൻ പോകുമ്പോൾ റഹ്മാൻ ഭയങ്കര പ്ലെയറാണ് അയാൾ. എനിക്കന്ന് ഞാൻ ONV ഒക്കെ കളി കാണാൻ പോകും. അപ്പോൾ ഞങ്ങൾക്ക് അന്ന് തുടങ്ങിയ ഒരു ആരാധനയാണ് റഹ്മാനോട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ മാഷ്, റഹ്മാൻക്ക് ഞാൻ ദിവസം കാണുന്നതാണ്. ഞാൻ പറയാം, അയ്യോ അങ്ങനെ പറയരുത്, നമുക്ക് അവിടെ പോയി കാണണം അദ്ദേഹത്തെ എന്നൊക്കെ പറഞ്ഞു.
അന്ന് എന്തോ ഭാഗ്യത്തിന് ഞാൻ മടങ്ങി പോകുമ്പോൾ റഹ്മാൻഖുണ്ട് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു റഹ്മാൻഖ ഇങ്ങനെ ദേവരാം മാഷ്. അപ്പൊ റഹ്മാൻഖയ്ക്ക് സംഗീതമായിട്ടൊന്നും വലിയ ബന്ധമൊന്നുമില്ല. ആകെ പുള്ളിയുടെ ഇവർക്ക് സംഗീതമുള്ള പോലെയാണ് റഹ്മാൻഖ് ഫുട്ബോൾ. പുള്ളിയുടെ രക്തത്തിൽ അലിഞ്ഞിങ്ങനെ ഫുട്ബോളാണ്, എന്ത് ഫുട്ബോളിലേ എത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ മാഷ് ചോദിച്ചു എന്താ പുള്ളിയുടെ എന്ത് പാട്ടാന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ സിനിമാ പാട്ടൊന്നും മലയാള സിനിമയൊന്നും റഹ്മാൻഖ് കാണുകയില്ല, ഹിന്ദി ഇംഗ്ലീഷൊക്കെ കേൾക്കും. ഞാൻ പറഞ്ഞു ഇങ്ങനെ KPSCയുടെ ബലികുടീരൻ, അത് പുള്ളിക്ക് സ്ട്രൈക്ക് ചെയ്തു. ഇപ്പോൾ പോവാം നമുക്കെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയല്ല മാഷ് റഹ്മാൻഖാൻ കാണാൻ വരുന്ന പറഞ്ഞിരിക്കുന്നത്. അതൊന്നും വേണ്ട, ഞാൻ പോയി കാണാറുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി. അങ്ങനെ മാഷെ കാണാൻ പോയപ്പോൾ ഞാനിങ്ങനെ നോക്കുമായിരുന്നു ഇവർ രണ്ടുപേരുടെയും. കാരണം മാഷ് ഇത്രയും ടഫായിട്ടുള്ള ഒരാൾ ആരാധനയോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് റഹ്മാൻഖാനെ. അങ്ങനെ ഇവർ തമ്മിൽ ഭയങ്കര രസമുള്ള സംസാരം. രണ്ട് മേഖലയിലുള്ള ആൾക്കാരാണ്. ഒരാൾ ഫുട്ബോള്, ഒരു പാട്ടുമില്ല, ഇദ്ദേഹം ഇത് സംഗീതം. ഇവർ രണ്ടുപേരും തമ്മിൽ ഭയങ്കര രസമായിട്ടുള്ള സംസാരം, പഴയ കഥകളൊക്കെ പറഞ്ഞ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഡേ എന്നോട് മാഷ് വീട്ടിൽ വന്നു. എൻ്റെ വീട്ടിൽ വന്ന് ഊണൊക്കെ കഴിച്ചിട്ട് മാഷ് പറഞ്ഞു നമുക്ക് റഹ്മാൻ്റെ വീട്ടിൽ പോകണമെന്നു. അങ്ങനെ ഞങ്ങൾ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സലാമിൻ്റെ കാറിൽ റഹ്മാൻ്റെ വീട്ടിൽ പോയി. അദ്ദേഹം വലിയ സന്തോഷമായിരുന്നു. ഇപ്പോഴും റഹ്മാൻക്ക് ഭയങ്കര. അതേ യാത്രയിൽ KT മുഹമ്മദിനെ കണ്ടു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. KT മുഹമ്മദിനെ കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ മാഷ് പറഞ്ഞു. അപ്പോൾ KT മുഹമ്മദ് ഭയങ്കര എമോഷണലായി. ഇവർ കടൽപ്പാലം സിനിമയിലൊക്കെ ഒരുമിച്ചിട്ടുള്ള ആൾക്കാരാണ്. മാഷിങ്ങർ ബാബുരായൻ്റെ കഥയൊക്കെ പറയുന്നുണ്ടായിരുന്നു KT മുഹമ്മദ്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ മാഷ്ക്കൊരാഗ്രഹം ഈ ബാബുരാജ് ഇരുന്ന് പാടിയ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണണം. അങ്ങനെ കാണും. അപ്പോൾ ഞാൻ സലാം എന്നുണ്ട്, ഫ്രണ്ട് ഉണ്ട്, പിന്നെ ഒരു പ്രദീപം വേണുവട്ടുണ്ട്, ഒരു പഴയ പാട്ടൊക്കെ എഴുതുന്ന ആളാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ചോദിച്ചു ഇങ്ങനെ മാഷ് ഇങ്ങനെ ബാബുരാജായിട്ട്. എനിക്ക് വലിയ പരിചയമൊന്നുമില്ല, വലിയ അടുപ്പമൊന്നുമില്ല, പക്ഷേ നല്ല പാട്ടൊക്കെ ചെയ്ത ആളല്ലേ, താമസം എന്തേ വരുവാനൊക്കെ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ കാറിൽ മാഷയും കൊണ്ട് ഇങ്ങനെ പോയി. പലരും പറയാറുണ്ട് ഇങ്ങനെ ബാബുരാജ കോർണേഷൻ തിയേറ്ററിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് പാടിയിരുന്നൊരു കഥയൊക്കെ പറയാറുണ്ട്, കേട്ടിയൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് പോയി മാഷ് വളരെ വികാരാധീനമായി നോക്കി നിന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതുമാതിരി അദ്ദേഹത്തിൻ്റെ ക്ലബ്ബുകൾ, പിന്നെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പരിസരത്ത് കൂടെ ഒക്കെ പോയി ഞങ്ങൾ. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കായിരുന്നു എന്തൊരു മ്യൂച്വൽ അഡ്മിറേഷൻ ഇവർ. ഇന്നത്തെ കാലത്തൊക്കെ പല മ്യൂസിക് ഡയറക്ടേഴ്സും വേറൊരാളെ വിളിച്ച് ചീത്തയൊക്കെ പറയാറുണ്ട്. വിളിച്ചിട്ട് അയാൾ എന്തിനാ, അയാൾക്ക് എന്താ അവാർഡ് കിട്ടാൻ യോഗ്യത ഉണ്ടോ. ഇദ്ദേഹം എന്നിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കൺമണി നീൻ കരം പിടിച്ചാൽ എന്നുള്ള പാട്ട് മാഷ് പാടി ബാബുരായൻ്റെ. എന്നിട്ട് മാഷ് ചോദിച്ചു ഈ പാട്ട് എനിക്കിപ്പോഴും ഓർമ്മയിൽ നിന്ന് പാടാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ പാട്ട് മരിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ആലോചിക്കും അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ആ തലമുറയിലുണ്ടായിരുന്നു. നമ്മളിപ്പോൾ പലരും തന്ത വൈബ് എന്നൊക്കെ പറഞ്ഞ് ഓൾഡ് ഈസ് ഗോൾഡ് എന്നൊക്കെ പറഞ്ഞു, പക്ഷെ യഥാർത്ഥത്തിൽ നന്മയുണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. ഇന്നത്തെ പോലെയുള്ള കട്ട് ത്രോട്ട് കോമ്പറ്റീഷനോ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയയിൽ കയറി ആക്രമിക്കുന്ന ഒരു കാലമായിരുന്നില്ലല്ലോ അത്. അതിനുള്ള പ്ലാറ്റ്ഫോം ഇല്ലാത്തതുകൊണ്ടാണോ അറിയില്ല. പക്ഷേ ഈ പറഞ്ഞ ഈ പരസ്പരമുള്ള ബഹുമാനമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പല യേശുദാസായാലും ഗായകരായാലും സംഗീത സംവിധായകരായാലും ഒക്കെ അവരെത്ര പരസ്പരമുള്ള ആദരവോട് കൂടിയിട്ടാണ് ജീവിച്ചിരുന്നതെന്ന് ആലോചിക്കുമ്പോൾ അത്ഭുതം തോന്നും. മാഷിന്റെ കമ്പോസിംഗ് അങ്ങനെയാണ് തോന്നുന്നു. മാഷ് വളരെ രാത്രി ഇരുന്നിട്ടാണ് മാഷ്. അതെ, അത് ഞാൻ എപ്പോഴും കമ്പയർ ചെയ്യാറുണ്ട്. കാരണം മാഷ് എപ്പോഴും രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ ശേഷം പുള്ളി കമ്പോസ് ചെയ്യും. നിശബ്ദതയാണ്. ചിലപ്പോൾ ഹാർമോണിയം ഉണ്ടാവും, ചിലപ്പോൾ ഹാർമോണിയം ഉണ്ടാവില്ല. വരികളിങ്ങനെ ആ വായിക്കുന്നതിലാണ് പുള്ളിയുടെ ട്യൂണ് വരും എന്ന് പുള്ളി ഇങ്ങനെ മനസ്സിലിങ്ങനെ അത് കമ്പോസ് ചെയ്ത് വെച്ചിട്ടൊരു കിടന്നുറങ്ങും. അത് കഴിഞ്ഞ് രാവിലെ എഴുന്നേക്കും, ഒരു 5 മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് ആദ്യം ഈ ട്യൂൺ ഓർമ്മയുണ്ടോ നോക്കും. ഈ ട്യൂണ് ഓർമ്മ വന്നാൽ ഓക്കെ, ഇല്ലെങ്കിൽ അപ്പം അത് ഉപേക്ഷിച്ചു, അത് വീണ്ടും ട്യൂൺ ചെയ്യാൻ പുള്ളി. കാരണം എനിക്കത് ഓർക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നാട്ടുകാരെങ്ങനെ ഓർക്കുന്ന പുള്ളിയുടെ ചോദ്യം. എന്നിട്ട് പുള്ളി രാവിലെ ശേഖറിനെ വിളിച്ചു വരുത്തും, ഇന്നർ നോട്ടേഷൻ കൊടുക്കും. അവിടെ നിന്ന് ശേഖർ ബാക്കി ഓർക്കസ്ട്രക്കാരെ വിളിച്ച് രാവിലെ 8 മണിയാകുമ്പോഴേക്ക് റെക്കോർഡിങ് തുടങ്ങും. അവർ വരുന്നു, പഠിക്കുന്നു. അങ്ങനെയാണ് പുള്ളിയുടെ സ്റ്റൈല്. പക്ഷെ ബാബുരാജ് അങ്ങനെ നേരെ മറിച്ച. കാരണം ബാബുരാജിനെ പറ്റി ONV പറഞ്ഞേക്കാം. അതായത് മാറാണി ഹോട്ടലിൽ ചെല്ലുമ്പോൾ ഈ സൃഷ്ടിയിലെ പാട്ടുണ്ട്, സൃഷ്ടി തൻ സൗന്ദര്യമുന്തിരിച്ചാറിനാന്ന് പാട്ടുണ്ട് ONVയുടെ. അപ്പോൾ അത് കമ്പോസ് ചെയ്യാൻ പോകുമ്പോൾ ONV സാർ വിചാരിച്ച് അദ്ദേഹം ഇങ്ങനെ വളരെ വിശുദ്ധമായ ഒരു ഏകാന്തതയിലേക്ക് ഉൾവലിഞ്ഞുകൊണ്ടിങ്ങനെ
അതൊന്നുമല്ല, അവിടെ ഒരു പൂരപ്പറമ്പമായൊരു സ്ഥലം, ആ റൂം. അവിടെ നടുക്കുന്ന ഹാർമോണിയം വായിച്ചിട്ട് വായിച്ച് കമ്പോസ് ചെയ്തിട്ടിരിക്കുക. അവരെ ഇങ്ങനെ ഓരോ ട്യൂണ് പാടുന്നു. അപ്പൊ കൂടെ ഉള്ളവൻ ചിലവർ പറയും ഓക്കെ സാധ്യം, അപ്പൊ ഇപ്പുറത്ത് ഉള്ളവൻ പറയും പോരാ, അപ്പൊ പുള്ളി അടുത്ത ട്യൂൺ ഇടും. അങ്ങനെ പുള്ളി ഒരു ആഘോഷമാണത്. അതിൻ്റെ ഇടയിൽ ഓൻവിസാർക്ക് ആദ്യമായിട്ട് അങ്ങനെ അനുഭവം. അങ്ങനെ അതായത് രണ്ടും രണ്ട് ടൈപ്പാണ്. രണ്ടുപേരും പ്രോഡക്ട്സോ അസാധ്യ ക്ലാസിക് സംഭവങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ള രാഘവ മാഷ് വേറൊരു സ്റ്റൈല്. രാഘവ മാഷ്ക്കാണ് ഫോക്കാണ്. രാഘവ മാഷ് അപ്പോൾ ഈ നമ്മളെ നീലക്കുയിലിലെ പാട്ടുകൾ ഒരു ദിവസം കേട്ടിട്ട് ദേവരാം മാഷ് വിളിച്ച കഥ പറഞ്ഞു. രാഘവ മാഷ് എന്നിട്ട് വിളിച്ചിട്ട്, രാഘവൻ നിങ്ങളുടെ പാട്ടുകളുണ്ടല്ലോ, ഈ ജാനമ്മ ഡേവിഡൊക്കെ പാടിയ പാട്ട്, എന്ത് പാട്ടുകളാണെന്ന് പുള്ളി ഇങ്ങോട്ട് രാഘവ മാഷെ വിളിച്ചിട്ട് പറഞ്ഞു എന്ന്. അപ്പോൾ അത് അവർക്കൊക്കെ വലിയൊരു ഏറ്റവും വലിയ അവാർഡുകളിൽ മാതിരിയാണത്. നമ്മൾ MS വീനെ വലിയ ഇഷ്ടമായിരുന്നു മാഷ്ക്ക്. രണ്ടുപേരും ഒരുമിക്കുന്നതിന് ഞാൻ സാക്ഷിയാണ്. ജേട്ടൻ്റെ മകളുടെ കല്യാണത്തിന് ഇങ്ങനെ രണ്ടുപേരും ഉണ്ടായിരുന്നു, MS വി ഉണ്ടായിരുന്നു, മാഷും. അപ്പോൾ ഈ സ്റ്റെപ്പ് കയറിയിട്ട് എനിക്ക് തോന്നുന്നത് എന്തോ ഒരു ഇത് കഴിഞ്ഞ് ഇവർ ഒരുമിച്ച് ഇങ്ങനെ മുഖാമുഖം വന്ന സമയത്ത് ഇവർ തമ്മിൽ സംസാരിക്കുക, രണ്ടുപേരും മ്യൂച്വൽ അഡ്മിറേഷൻ. അപ്പോൾ MS വിനെ പുള്ളി MS വിനോട് പറയാണ് മാഷ് ഇങ്ങനെ MS വിയുടെ ഏതോ ഒരു പാട്ട് തലേ ദിവസം കേട്ടിട്ട്, എന്താ പാട്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ MS വി ഇങ്ങോട്ട്, നിങ്ങളെ പാട്ടുകളാണ് ഗംഭീരം, നിങ്ങൾ ഏതോ ഒരു പാട്ട് പുള്ളി പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കൊന്നും കിട്ടാത്ത ഈ പത്മ അവാർഡൊക്കെ എനിക്ക് എന്തിനാണ് ചോദിച്ചിട്ട് അങ്ങനെയൊക്കെ. അത് മ്യൂച്വൽ അഡ്മിറേഷൻ്റെ ഒരു കാലമാണത്. അപ്പം ഞാനിത് എഴുത്താണ് എൻ്റെ ഒരു മേഖലയെങ്കിൽ പോലും ഈ മനുഷ്യബന്ധങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കുക. അന്നത്തെ കാലത്ത് എത്ര ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുമായിരുന്ന ആളുകൾ. ഇന്നത്തെ പോലെ ക്യാമറയ്ക്ക് മുന്നിൽ വേറൊന്ന് പറയുക, പുറത്തു പോയി വേറൊന്നും അങ്ങനെയൊന്നുമില്ല. ദേവരാമാഷൊക്കെ ഒരു വാക്കാ, അവൻ കൊള്ളത്തില്ല, ഇവിടെ വന്നിരുന്ന് പറയൊന്നുമില്ല. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മാഷിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഭക്തി ഗാനങ്ങൾ പാടുമ്പോ തന്നെ മാഷ് പറയുമല്ലോ അല്ലെ, ഭക്തി വേണമെന്നില്ല. ഇല്ല മാഷ്ക്ക് അത് മാഷിന്റെ വൈഫ് ഭയങ്കര ഭക്തയാണ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഭക്തിയുണ്ട്, മാഷ്ക്ക് ദൈവ അനുഗ്രഹം ഉണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ മാഷ് പറയും അതൊന്നുമില്ല, എനിക്ക് ഭക്തിയൊന്നുമില്ല. ഭക്തി ഗാനം ചിട്ടപ്പെടുമ്പോൾ നമ്മൾ ഭക്തന്റെ ഒരു മാനസികാവസ്ഥയിലേക്ക് മാറും. അത് കഴിഞ്ഞാൽ അതങ്ങ് ഊരി വയ്ക്കും. ഇപ്പൊ കള്ള് കുടിക്കുന്ന പാട്ടുകൾ പാപ്പി അപ്പച്ചയൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ടാവും. ചോദിച്ചാൽ നമ്മൾ കള്ളു കുടിച്ച് എന്നൊക്കെ പുള്ളി പറയുമെങ്കിൽ പോലും എന്തോ ഒരു ആത്മീയ വിശുദ്ധി എനിക്ക് തോന്നിയിട്ടുണ്ട് ദേവരാം മാഷിന്റെ. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ നമ്മൾ ഭക്തി ഇല്ലെങ്കിൽ പോലും നമ്മളിപ്പോൾ മധുരമണിയർ തായേ യശോദ എന്നുള്ള കൃതി പാടി കേൾക്കുമ്പോൾ മുന്നിൽ ശ്രീകൃഷ്ണൻ വന്നിട്ട് ഇങ്ങനെ പുല്ലാങ്കുഴൽ വായിച്ച് നൃത്തം ചെയ്യുന്ന മാതിരി തോന്നുന്നു പറഞ്ഞിട്ടുണ്ട്. അതൊരു നമ്മൾ മനസ്സിലുണ്ടാകുന്ന ഒരു അനുഭൂതിയാണത്. അത് ഭക്തി കൊണ്ടോ അല്ലെങ്കിൽ വിശ്വാസം കൊണ്ടോ ആവണമെന്നില്ല. അതുമാതിരി പർവീൻ സുൽത്താനയുടെ ഭജൻസ് കേൾക്കുമ്പോഴൊക്കെ പുള്ളിക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. MS സുബ്ബലക്ഷ്മിനെ ഭയങ്കര സ്നേഹമാണ്. സുബ്ബലക്ഷ്മിനെ പുള്ളി പറയുന്നത് എനിക്ക് അത്രയും നമ്മൾ ആത്മവിസ്മൃതിയിലേക്ക് പോകുന്ന പറയുന്നത്, അവരുടെ രൂപം, അവരുടെ മുഖത്തുള്ള ഭാവമൊക്കെ പാടുമ്പോഴുള്ളത്. അപ്പം അങ്ങനെയുള്ള കുറേ കണി കാണും നേരം തന്നെ മാഷാണ് കമ്പോസ് ചെയ്തത്. പലർക്കും അറിയില്ലത്. അതായത് മാഷ അമ്മ അങ്ങനെ നല്ല ഭക്തയായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിൽ ഇങ്ങനെ പൂജാമുറിയിൽ ഇങ്ങനെ കണി കാണും നേരം കമല നേത്രൻ്റെ ഇത് പാടി കേട്ടിട്ടുള്ളതെന്ന്. അപ്പോൾ ഈ ട്യൂൺ ചെയ്യേണ്ട സമയം വന്നപ്പോൾ അതൊന്ന് കുറച്ചൊന്ന് പോളിഷ് ചെയ്ത് മാഷിൻ്റെ സ്റ്റൈലിൽ ചെയ്തു. അത് മലയാളികളുടെ പ്രാർത്ഥനാ ഗീതമായിട്ട് മാറി ഇപ്പോഴും. കുറെ പാട്ടുകളുണ്ട്, ജത്തിമന്ദാരം, തുളസിയൊക്കെ എത്ര ഭക്തിഗാനങ്ങൾ. ഹരിവരാസനം തന്നെ അത് വലിയൊരു. നസീർ സാറിന്റെ ചേട്ടൻ എപ്പോഴാണ് ഫസ്റ്റ് എനിക്ക് ധ്വനി എന്നുള്ള സിനിമയിലാണ് ഫസ്റ്റും ലാസ്റ്റും അതാണ്. ആ സിനിമയിലാണ്. കാരണം അന്ന് എനിക്ക് ഞാൻ പറഞ്ഞു കുട്ടിക്കാലം മുതലേ കാണണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പൊ അവിടെ ചെന്നു നസീർ സാറിനെ കാത്തിരിക്കുക. ഞാൻ ടൈം പറഞ്ഞ കൃത്യസമയത്ത് എത്തിയപ്പോൾ വന്നിട്ടില്ല. അവിടെ തിലകൻ ഇരിക്കുന്നുണ്ട്, അവിടെ തിലകാമുറിയിൽ. അപ്പോൾ ഒരു 5 മിനിറ്റ് വൈകി കുറച്ച് നേരം. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സഫാരി സൂട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ചുള്ളനായിട്ട് വന്നിട്ട് മിസ്റ്റർ മേനോൻ, അതെ സോറി. ഞാൻ പറഞ്ഞു മാഷ് എന്തിനു സോറി എന്ന്. അല്ല ഞാൻ 5 മിനിറ്റ് വൈകിയില്ലേ, കാത്തിരിക്കേണ്ടി വന്നില്ല അനിയന്. ഞാൻ പറഞ്ഞു സാർ ഇവിടെ ഓരോരുത്തരും നമ്മുടെ ദിവസങ്ങളോളം കാത്തിരിക്കുന്നു സോ കോൾഡ് സ്റ്റാർസിനെ.
പക്ഷെ അത് പറയണ്ടേ നമ്മൾ. അതിനേക്കാളും എനിക്ക് രസം തോന്നിയെന്ന് വെച്ചാൽ പുള്ളി ഇരുന്ന് പറഞ്ഞു തുടങ്ങി, ഇന്റർവ്യൂ പറഞ്ഞു തുടങ്ങിയപ്പോൾ പുള്ളി ജീവചരിത്രം പറയുക അങ്ങനെ സ്വയം. അപ്പം നമ്മൾ പുതിയ ഒരാളടുത്തുള്ള ഞാൻ ചെറിയ കീഴാണ്, എൻ്റെ പേര് അബ്ദുൽ ഖാദർ എന്നായിരുന്നു, നസീർ എന്നാക്കി മാറ്റി. അപ്പം ഞാൻ കുറച്ചു നേരം കേട്ടു, ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണല്ലോ. അപ്പം ഞാൻ കുറച്ച് നേരം അല്ല നസീർ സാർ, ഇതൊക്കെ നമുക്ക് അറിയുന്ന സംഭവമല്ലേ, ഇതെന്തിനാ ഞാൻ ഇത് അറിയാണ്ട് ഇവിടെ വന്നാൽ പിന്നെ എനിക്ക് പിന്നെ എന്തിനാ കൊള്ളു തന്നെ. അങ്ങനെയല്ല അനിയ എന്നൊക്കെ പറയുള്ളൂ. നമ്മൾ എല്ലാവരും അറിയുമെന്ന് വിചാരിക്കരുത്, എല്ലാവരും സിനിമ നടന്മാരെ അറിയണമെന്ന് എല്ലാവരും സിനിമ കാണുന്നവരായിരിക്കില്ലല്ലോ. ഈയിടെ ഞാനൊരു മദ്രാസിലേക്ക് ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഒരാൾ എവിടേക്കാണ് പോകുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു മദ്രാസിലേക്ക്. എന്താ അവിടെ പണി എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അറിയാത്ത. അപ്പോൾ അങ്ങനെയുള്ള ആളുകളും ലോകത്തുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഞാൻ അങ്ങനെയല്ല. അങ്ങനെ നല്ല രസമുള്ള കഥകളൊക്കെ പറഞ്ഞു, ഭയങ്കര രസമുള്ള കഥകൾ. ആ സുപ്രഭാതം ഷൂട്ട് ചെയ്യണ സമയത്ത് ഭയങ്കര തണുപ്പ് ഊട്ടിയിൽ. അപ്പോൾ പോക്കറ്റിൽ നിന്ന് കൈയെടുത്ത് ഇങ്ങനെ സുപ്രഭാതം സാർ പറഞ്ഞു, ഇങ്ങനെ കൈയെടുക്കാൻ പറ്റുന്നില്ല പോക്കറ്റ്. അവസാനം അത് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ ആ മാജിക് അവേഴ്സിൽ ചെയ്യണം എന്നാണ്. അപ്പോൾ പക്ഷെ എന്നിട്ട് ഒരു കോംപ്രമൈസ് ആയിട്ട് സൂര്യൻ ഉദിച്ച് ചൂടൊക്കെ വന്ന ശേഷമാണ് പുള്ളി പിന്നെ കൈയൊക്കെ സുഖമായിട്ട്. അപ്പോൾ ആ കഥയൊക്കെ പറയും. അതുമാതിരി ഈ വാൽക്കണ്ണ് എഴുതി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതെ അത് ഇവിടെയാണ്, നമ്മുടെ നെയ്യാർ ഡാമിൻ്റെ എവിടെയാണ്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ മാതിരി ഇങ്ങനെ ലക്ഷ്മിയും നസീറിൻ്റെ മടിയിലൊക്കെ കിടന്നിട്ട് അങ്ങനെ പ്രണയമാണ്, ഭയങ്കര പ്രണയം. അപ്പോൾ അതിനിടയ്ക്ക് പുഷ്പവൃഷ്ടി ഉണ്ട്, പുഷ്പവൃഷ്ടി. അതെ, അപ്പോൾ പുഷ്പം കൊണ്ടുവരുന്ന ലേറ്റായിട്ട് ചാലയെന്ന് കുറേ പൂക്കളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ഇതിൻ്റെ മുകളിൽ ഒരുത്തിരുന്നിട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചെറിയ ചെറിയ ഉറുമ്പുകളുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ബാൽക്കണി എഴുതിയപ്പോൾ ചൊറിഞ്ഞിട്ട് രണ്ടുപേർക്ക്. അതെ അതെ, അത് അന്ന് കട്ട് ചെയ്യുന്ന പരിപാടിയല്ല, ഫിലിം ലോസ്. ഇന്നിപ്പോ പ്രശ്നമില്ല, ഇഷ്ടംപോലെ എടുക്കാം. അത് ഫിലിം വേസ്റ്റ് ആണല്ലോ. അത് ഡയറക്ടറാണെങ്കിൽ കട്ട് പറയുന്നില്ല, അത് അംഗീകരിച്ച്. ഇത് ഭയങ്കര പ്രണയഗാനം. അതേപോലെ ഈ സ്വപ്നങ്ങളുടെ കഥ പോലെ പറഞ്ഞു, സ്വപ്നങ്ങൾ മഹാബലിപുരത്തെ മറ്റേ കുറച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ മണല് നട്ടുച്ചയ്ക്ക് കിടന്നിട്ടും ഇരുന്നിട്ടൊക്കെ വേണം. അത് ശീല എൻ്റെ അടുത്ത് പറഞ്ഞ ഭയങ്കര ടെൻഷൻ. നമുക്ക് ഭയങ്കര പ്രണയഗാനാണ് പാടുന്നത്, പക്ഷെ വേർത്ത് പിണ്ടിയായിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ. അപ്പൊ പലരും ഷൂട്ട് ചെയ്തിട്ടുള്ള സംഭവം നിങ്ങൾ കാണുമ്പോ സന്തോഷമായിരിക്കും, നമ്മളങ്ങനെയല്ല എന്ന് പറഞ്ഞു. അതുമാതിരി ഇത് നമ്മളെ 7 സുന്ദര രാത്രികൾ. അതെ, ആ സമയത്ത് അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഷീലയുടെ സിസ്റ്റർ ഹോസ്പിറ്റലിലാണ്, എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിൽക്കുകയാണ്. ഒരു സർജറി ഒക്കെ ഉള്ള സമയമായിരുന്നു. അപ്പോൾ ഇവർ ഭയങ്കര ടെൻഷനിലാണ് അഭിനയിക്കുന്നത്. പക്ഷെ അത് ഭയങ്കര പ്രണയം, ഒരു കാമുകിയുടെ സ്വപ്നങ്ങളാണല്ലോ മുഴുവൻ. എനിക്ക് പക്ഷെ ആ സീൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം വിൻസെൻ്റ് മാഷ് ഡയറക്ഷനാണ്, ലൈറ്റ് ആൻഡ് ഷെയ്ഡൊക്കെ വെച്ച് ഭയങ്കര രസമായിട്ട് ഷൂട്ട് ചെയ്ത സിനിമയാണ്. ഷീലയാണെങ്കിൽ ഭയങ്കര പ്രണയം. അപ്പോൾ ഷീലാമ്മ പറയാം, ഈ നമ്മളെ മനസ്സിൽ ഈ പ്രണയം അല്ല ആ സമയത്ത്. ഈ സിസ്റ്ററെ പറ്റിയിട്ടുള്ള ഈ ഷൂട്ട് ചെയ്ത് തീർന്ന് എനിക്ക് തോന്നുന്നു ഒരു 5-6 മിനിറ്റിനകം ഈ സ്ത്രീ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇത് വന്നു. അപ്പോൾ ഇപ്പോഴും ആ പാട്ട് സീൻ കാണാൻ മടിയാണെന്ന് പറഞ്ഞു ചേച്ചി. കാരണം നമ്മൾ ആ സമയത്ത് ചേച്ചി മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, സിസ്റ്റർ മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഇതൊന്നും ഞാനിങ്ങനെ ചോദിക്കുകയോ അല്ല, അങ്ങനെയൊന്നും അല്ല. പക്ഷെ ഇതാ എനിക്കിഷ്ടമാണ് ഇങ്ങനെ. കാരണം വെച്ചാൽ നമ്മളെ കുട്ടിക്കാലത്ത് നമ്മൾ കേട്ടിട്ടുള്ള ചില പാട്ടുകൾ, കണ്ടിട്ടുള്ള സീനിൻ്റെയൊക്കെ പിന്നിൽ ഇങ്ങനത്തെ കഥകളൊക്കെ. നമ്മളൊരു പാട്ട് കാണുമ്പോൾ 2-3 മിനിറ്റ് കൊണ്ട് നമ്മളെ പാട്ട് കണ്ടു കഴിഞ്ഞ് മറന്നു പോകണമെന്നാണ്. പക്ഷെ അതിന്റെ പിന്നിൽ എത്രമാത്രം എഫേർട്ടും ഇതൊക്കെ ഉള്ളതെന്നുള്ള ഇങ്ങനെ കേൾക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. തിക്കുറിശ്ശി സാറിനെ കുറിച്ചിട്ടുള്ള ഫസ്റ്റ് ഇന്റർവ്യൂ എങ്ങനെയായിരുന്നു? തിക്കുറിശ്ശി ചേട്ടൻ മഹാറാണിയിലായിരുന്നു. മഹാറാണിയിൽ എനിക്ക് തോന്നുന്നു ഏതോ ഒരു പടത്തിന്റെ ഷൂട്ടിങ്ങിന് വന്നതാണ്. അപ്പോൾ തൊട്ടപ്പുറത്ത് VKN ഉണ്ട്. VKNും രണ്ടുപേരും നമ്മുടെ ആരാധനാപാത്രങ്ങള്. VKN എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോഴും VKN ഒരു എഴുത്തും VKNന്റെ നർമ്മബോധം ഒന്നും നമുക്ക് പകരം വയ്ക്കാനില്ല. അപ്പം ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് സജീവൻ ഞങ്ങൾ രണ്ടുപേരും കൂടി ആലോചിച്ചു, ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ചിരുത്തി എങ്ങനെ ഉണ്ടാവും? രണ്ടും തീപിടിച്ച് കളയും, പൊട്ടിത്തെറിക്കുന്നുള്ള കാര്യമാണ്. രണ്ടുപേരും 2 മേഖലയിൽ അദ്വിതീയരാണ്. അപ്പോൾ ഇവർ വലിയ പരിചയമില്ല.
നേരിട്ട്. അപ്പം രണ്ടുപേരോടും പറഞ്ഞപ്പോൾ രണ്ടുപേരും സന്തോഷം. തിക്കുറിശി ആയതുകൊണ്ട് വി കെന് ഓക്കെ, വി കെനായതുകൊണ്ട് തിക്കുറിശി ഓക്കെ. അങ്ങനെ രണ്ടുപേരും കൂടി ഒരു മുറിയിലിരുത്തി ഇവർ തമ്മിൽ സംസാരം, അതിനിടയ്ക്ക് ഞങ്ങൾ ഇടപെടും. ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ വി കെനൊക്കെ ഭക്ഷണത്തിനെ പറ്റി എഴുതിയത് വായിച്ചാൽ തന്നെ നമുക്ക് വായിൽ വെള്ളൂറും, അത്രയും രസമായിട്ടാണ്. അപ്പം അതൊക്കെ കാണാമെന്നൊക്കെ ഉള്ളൊരിതുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പല സംഭവങ്ങളും ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ തിക്കുറിശി ചേട്ടൻ ആദ്യമായിട്ട് മലയാളത്തിലെ ആദ്യത്തെ ഒരു സെക്സിൻ്റെ ഒരു സ്പർശമുള്ള സീന് ആദ്യമായിട്ട് അഭിനയിച്ചത് തിക്കുറിശി ചേട്ടനാണ്. അപ്പോൾ ഞാനത് ഓർമ്മിപ്പിച്ചപ്പോൾ തിക്കുറിശി ചേട്ടൻ ശരിയാണത്, ഒരു പാട്ട് ഇങ്ങനെ പാടി ഇങ്ങനെ പോയി ഒരു പൊന്തക്കാട്ടിലേക്ക് മറിയുന്നു, ഈ പൊന്തക്കാട് ഇങ്ങനെ കുലുങ്ങുന്നു. ഇതാണ് അന്നത്തെ വലിയ കോൺട്രവേഴ്സി സീനായിരുന്നു അത്. ഇന്നിപ്പോ ഒന്നൊരു പ്രശ്നം, പക്ഷെ അന്ന് ഇതൊരു വലിയ സംഭവമാണിത്. അപ്പോൾ മിസ് കുമാരി ആയിട്ടില്ല. അപ്പോൾ അതൊക്കെ പറഞ്ഞ് അങ്ങനത്തെ കുറേ കഥകളൊക്കെ പറഞ്ഞ് പാട്ടുകൾ എഴുതിയത് കുറേ സമയം ഭയങ്കര മറക്കാനാവാത്ത അനുഭവമായിരുന്നു. അവർ രണ്ടുപേരും അതിന് മുമ്പും ഒരുമിച്ചിട്ടുണ്ടാവില്ല, ശേഷവും പാട്ടുകൾ എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ, ഇഷ്ടം പോലെ. ഇഷ്ടംപോലെ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ചില പാട്ടുകാരുണ്ടല്ലോ, ഒരു പാട്ട് കൊണ്ട് ഒറ്റ പാട്ടേ പാടിയിട്ടുണ്ടാവുള്ളൂ, ആ പാട്ട് ഭയങ്കര ഹിറ്റും ആയിട്ടുണ്ടാവും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ആ പാട്ടുകാരെ കാണാനും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മേരി ശൈല, സതീഷൊക്കെ, എനിക്ക് തോന്നുന്നു ചേട്ടൻ കണ്ടുപിടിച്ച് പോയി അവര് അല്ലേ. എനിക്ക് ഈ പറഞ്ഞ മാതിരി ചില ജിജ്ഞാസകളാണ്. ചില പാട്ടുകാരൊക്കെ പാടിയ പാട്ടുകൾ ഹിറ്റായിരിക്കും, പക്ഷേ ഈ പേര് പോലും ആർക്കും അറിയണമെന്നുണ്ടാവില്ല. റേഡിയോയിൽ വല്ലതും ശ്രദ്ധിച്ചു എന്നല്ലാണ്ട് താര പാടിയൊന്നും അറിയില്ല. പക്ഷേ ഇവരങ്ങ് വാനിഷ് ചെയ്യും. എവിടെ വെച്ചിട്ടാണ് ഇവർ പോകുന്നത്, എന്താണ് കാരണം എന്നൊക്കെ എനിക്കൊരു ആഗ്രഹം ഇതൊക്കെ അറിയണമെന്ന്. മേരി ശൈല അസാധ്യം. അവർ ആ പാടിയ നീ എൻ്റെ പ്രാർത്ഥന കേട്ടു, നീ എൻ്റെ മനസ്സം കണ്ടു, സാധ്യ പാട്ടായിരുന്നത്. ഒരു ഭയങ്കര ഷാർപ്പ് വോയിസുള്ളൊരു ഗായിക. അപ്പം അവരെവിടെ പോയെന്ന് ആർക്കും അറിയില്ല. അവർ കൂടെ പാടിയവർക്കോ പോച്ചൽ ഖാദർ സാർ എഴുതിയ പാട്ടാണത്, ആർക്കും അറിയില്ല. അങ്ങനെ ഞാനിത് യാദൃച്ഛികമായിട്ട് യൂട്യൂബിൽ ഒരു പാട്ടിൻ്റെ അടിയിൽ ഒരു കമൻ്റ് ഇട്ടിരുന്നു, അവരുടെ മകള്. അങ്ങനെ ഞാൻ ഈ മകളെ തിരഞ്ഞ് ഫേസ്ബുക്കിൽ പോയി ആ മകളെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ പിന്നെ ഫോൺ നമ്പറൊക്കെ ഇട്ട്, ബാംഗ്ലൂർ താമസിക്കുക. അപ്പോൾ വിളിച്ചപ്പോൾ അവർക്ക് അത്ഭുതം. എൻ്റെ പാട്ടൊക്കെ 50 കൊല്ലത്തോളം ആയിരുന്നു ആ സമയം. എൻ്റെ പാട്ടൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ടാവും. പിന്നെ ഞാൻ അവരെ പറ്റി എഴുതി. അവർ ആ പാട്ട് കഴിഞ്ഞ ശേഷം പിന്നെ വിവാഹത്തിലേക്ക് പോയി. അവർ ഒരു ക്രിസ്ത്യൻ ഫാമിലി, പയസ്സായിട്ടൊരു ഫാമിലി ആയിരുന്നു. അങ്ങനെ ഒരു ആത്മീയ ലെവലിലേക്ക് പോയിട്ട് അവർ സിനിമയിൽ നിന്നൊക്കെ ഉപേക്ഷിച്ച് പോയിട്ട് അവർ പിന്നെ പാട്ടിനോടേ വിട പറഞ്ഞു, സിനിമാ പാട്ടിനോട്. പക്ഷെ പിന്നീട് എന്നോട് അവസാന കാലത്ത് സംസാരിക്കുന്ന കാലത്ത് എന്നോട് പറഞ്ഞു, വേണമെങ്കിൽ ഒരു പാട്ടൊക്കെ പാടാനുണ്ട് സിനിമയിൽ എന്നൊക്കെ പറഞ്ഞു. അതെ. പക്ഷെ പിന്നെ എന്നെ കാണാൻ വന്ന സമയത്ത് അവർ അതേ സ്വീറ്റ്നെസ്സോട് കൂടി ആ പാട്ട് പാടി എന്നുള്ളതാണ് ആ ഓർമ്മയിൽ നിന്ന് എനിക്ക് വേണ്ടി പാടാന്ന് പറഞ്ഞു. അതേപോലെ പാടിയവർ. അതുപോലെ കുറേ സിംഗേഴ്സ്. ഇപ്പോൾ AK സുകുമാരൻ എന്നൊരു പാട്ടുകാരുണ്ട്. അതായത് ഞാൻ മുല്ലശ്ശേരിയിൽ വെച്ചിട്ട് രാജുവേട്ടൻ്റെ അടുത്ത് വെച്ച് കണ്ടിട്ടുള്ളൊരു പാട്ടുകാരൻ. അദ്ദേഹം സിനിമയിൽ വളരെ കുറച്ച് പാട്ടേ പാടിയിട്ടുള്ളൂ. അതിലൊരു ഹിറ്റ് പാട്ടുണ്ട്. ഇപ്പോൾ മണിമുകിലേ മണിമുകിലേ മാനം മീതാരുടെ പൊന്നും തോണിയിലേറി പോണു തോണിയിലേറി പോണു. ജാനകിയുടെ കൂടെ പാട്ടാണ് കടത്തുകാരൻ. ഭയങ്കര പോപ്പുലർ. ആ പാട്ട് കൊണ്ടാണ് ആ മനുഷ്യൻ ജീവിച്ചത്. പിന്നെ നാടകത്തിലൊക്കെ പാടിയിട്ടുണ്ട്, ലളിതഗാനങ്ങളൊക്കെ പാടിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും മണിമുകിൽ സുകുമാരൻ എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. അപ്പം ഞാൻ സുഖേട്ടനോട് അവർക്ക് പെൻഷനൊക്കെ ഞാൻ ശരിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറേ പേർക്ക് പെൻഷൻ ശരിയാക്കി കൊടുത്തിട്ടുണ്ട്, ചിത്രയുടെ വകയുള്ള പെൻഷനൊക്കെ. അപ്പോൾ സുഖേട്ടനോട് ചോദിച്ചു, എന്താ സുഖേട്ട ഇങ്ങനെ സിനിമയിൽ നിന്ന് പോയത്? അപ്പോൾ സുഖേട്ടൻ പറഞ്ഞ എൻ്റെ അടുത്തൊരു സംഭവം, ഓരോ കഥകളാണ്. അതായത് 2ാമത്തെ 3ാമത്തെ, അതായത് പുള്ളിയുടെ അവസാനത്തെ സിനിമ തളിരുകൾ എന്ന് പറഞ്ഞ സിനിമയിൽ പുള്ളി പാടാൻ ചെന്നു. ഒരു സോളോ പാട്ടുണ്ട്. പാടാൻ ചെന്നപ്പോൾ ആരും അങ്ങനെ മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല. അവർക്കും പുതിയൊരു സിംഗറല്ലേ. അപ്പോൾ സൗണ്ട് എഞ്ചിനീയറാണ് അന്ന് സ്റ്റുഡിയോയിലത്തെ ഒരു ചക്രവർത്തി. അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ പുള്ളി അവിടെ നല്ലൊരു പുതിയ മൈക്കുണ്ട്, അത് മാറ്റിയിട്ട് തുരുമ്പ് പിടിച്ച ഒരു മൈക്ക് എടുത്തിട്ട് വെക്കുകയാണ്, ഫിറ്റ് ചെയ്യാണ്. അപ്പോൾ സുഖേട്ടൻ ചോദിച്ചു, അല്ല ഇതിപ്പോൾ എന്താ നല്ല മറ്റേ മൈക്കിൽ തന്നെ എനിക്ക് പാടാമല്ലോ, എനിക്കിപ്പോൾ ഇതൊക്കെ മതി, എനിക്ക് ഇതിലൊക്കെ പാടാമല്ലോ യോഗ്യ. അത് ഇങ്ങോർക്ക് വളരെ ഇമോഷണലാണ്. ഭയങ്കരമായിട്ട് പുള്ളീനെ ടച്ച് ചെയ്തു. ആ നിമിഷം ഞാൻ തീരുമാനിച്ചു, സിനിമയല്ല, നാട്ടിലേക്ക് തിരിച്ചു പോകും. പുള്ളി നാട്ടിലെ ടൈലറായിരുന്നു, നല്ല ടൈലറായിരുന്നു. തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് പുള്ളി തിരിച്ചു വന്നു.
പിന്നെ ഗൾഫിലൊക്കെ പോയി പുള്ളിയുടെ ലൈഫേ മാറിപ്പോൾ അങ്ങനെ ഓരോ ആളുകൾ ഇപ്പോൾ വേറൊരാളുണ്ട് ST ശശിധരൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം സിനിമയിൽ ഇവിടുന്ന് മ്യൂസിക് BA ഫസ്റ്റ് റാങ്കുമായിട്ട് പോയ ആളാണ്. ഫസ്റ്റ് റാങ്ക് കിട്ടി വേണമെങ്കിൽ ക്ലാസിക്കൽ മ്യൂസിക്കിലൊക്കെ പോവാം അല്ലെങ്കിൽ പഠിപ്പിക്കാം, പക്ഷെ സിനിമേനോടാണ് സിനിമയിൽ പാടണം. അതായത് അന്നൊക്കെ യേശുദാസൊക്കെ കത്തി നിൽക്കുന്ന സമയമാണ്, ഒരാൾക്ക് ഇന്നത്തേക്ക് പോലെ അല്ലല്ലോ. അപ്പോൾ അദ്ദേഹം സിനിമ മദ്രാസിൽ പോകുന്നു, കയ്യിൽ തുച്ഛമായ സംഖ്യയുള്ളൂ, അവിടെ പോയി എങ്ങനെയൊക്കെയോ കഷ്ടിച്ചൊക്കെ ജീവിച്ച് ഒരു പാട്ട് പാടാൻ അവസാനം ചാൻസ് കിട്ടി. അത് അടൂർ ബാസി സിനിമയിൽ പാടിയൊരു പാട്ട്, അതായത് എൻ്റെ വീടിനു ചുമരുകളില്ല ഓ എന്നൊരു പാട്ട്. അന്നത്തെ കാലത്ത് ഹിറ്റായിരുന്നു പാട്ട്, പക്ഷെ പിന്നെ ഒരിക്കലും ഒരു പാട്ടും അദ്ദേഹത്തെ തേടിയെത്തിയില്ല. അപ്പോൾ എന്താ അന്നത്തെ എനിക്ക് തോന്നുന്നത് ഓരോ മ്യൂസിക് ഡയറക്ടേഴ്സിനും അവരുടേതായിട്ടുള്ള ചില ഒരു ഗ്രൂപ്പുകൾ കോക്കസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് വേറെ ആൾ പുതിയതായിട്ട് കയറി ചെല്ലാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടർ പുള്ളിനോട് ചോദിച്ചു ഇത്രേ ഒരു ദിവസം, വാച്ചൊക്കെ കെട്ടി വരും അല്ലേ, വാച്ച് കെട്ടി വന്നോണ്ട്. അപ്പം അങ്ങനത്തെ ആളുകൾ അങ്ങനത്തെ ഇൻസൾട്ടൊക്കെ അനുഭവിച്ച് അവസാനം പൈപ്പ് വെള്ളം കുടിച്ചിട്ടും റെയിൽവേ സ്റ്റേഷനിൽ ഉറങ്ങിയിട്ടൊക്കെ അങ്ങനെ വളരെ ബുദ്ധിമുട്ടി ജീവിച്ച് അവസാനം പുള്ളി ഒരു ദിവസം തീരുമാനിക്കുന്നു ഇനി ഇവിടെ നിൽക്കണ്ട, എനിക്ക് എന്തായാലും ഡിഗ്രി ഫസ്റ്റ് റാങ്കോട് കൂടി മ്യൂസിക് പാസ്സായ ആളാണല്ലോ ഞാൻ, തിരിച്ച് നാട്ടിൽ പോകുന്നതാണ്. നാട്ടിൽ വന്നു, പുള്ളി വീണ്ടും അധ്യാപന ജീവിതത്തിലേക്ക് മടങ്ങി, കോളേജിൽ അധ്യാപകനായി, ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ട് വിരമിച്ചു പുള്ളി. അപ്പോൾ പുള്ളി എപ്പോഴും പറയും ഞാൻ ആ സിനിമയിൽ നിന്നിരുന്നെങ്കിൽ ഈ പാട്ടും വേറൊരു പാട്ട് കിട്ടി ഹിറ്റായി നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ലല്ലോ. ഇപ്പോൾ പുള്ളി വളരെ സേഫാണ്. അങ്ങനെ കുറേ ആളുകൾ ഇപ്പോൾ ചില ആളുകൾ ഇപ്പോൾ മറ്റേ ഇതുണ്ട്, ഇതിഹാസങ്ങൾ ജനിക്കും മുൻപേ ഈശ്വരൻ ജനിക്കും മുൻപേ പ്രകൃതിയും കാലവും ഒരുമിച്ചു പാടി പ്രേമം ദിവ്യമമോരനുഭൂതി എന്നുള്ള പാട്ട് പാടിയ ആളാണ് ശ്രീകാന്ത്. ശ്രീകാന്ത് ഈ പറഞ്ഞ മാതിരി നല്ല ജ്ഞാനിയായ സിംഗറാണ്. ദേവരാം മാഷാണ് പാട്ടുകളൊക്കെ പാടിച്ചിട്ടുള്ളത്. പക്ഷെ ഒരു പരിധിവരെ അദ്ദേഹത്തിന് വളർത്താൻ, അദ്ദേഹത്തിനാണ് എനിക്ക് തോന്നുന്നത് ഈ ചന്ദ്രകളമം എന്നുള്ള പാട്ട് ആദ്യം അദ്ദേഹത്തിനെ കൊണ്ടാണ് പാടിച്ചത് ദേവരാം മാഷ്. പക്ഷെ അന്നത്തെ കാലത്ത് യേശുദാസാണ് ഏറ്റവും സെല്ലബിൾ ആയിട്ടുള്ളൊരു വോയിസ്, അതാണ് നല്ല സിംഗറാണ്, ഫേമസ് ആണ്. അപ്പോൾ പുള്ളിക്ക് വേണ്ടിയിട്ട് പിന്നെ അവസാനം ഈ പാട്ട് ഒഴിവാക്കിയെന്നാണ് ശ്രീകാന്ത് ഏട്ടൻ എന്നോട് പറഞ്ഞത്. സത്യാവസ്ഥ എന്താ അറിയില്ല. പക്ഷെ എന്നാലും ഈ അവസരങ്ങളൊന്നും തേടി എത്തുന്നില്ല നമ്മൾ ഉദ്ദേശിച്ച പോലെ, അവസാനം തിരിച്ചു വരുന്നു. അതുപോലെ കുറേ പേരുണ്ട്. ഇപ്പോൾ കൽപ്പനാരാമത്തിൽ കണിക്കൊന്ന പൂത്തപ്പോൾ സ്വപ്നമനോഹരി നീ വന്നു എന്നൊരു പാട്ട് പാടിയ കൊച്ചിൻ ഇബ്രാഹിം, കൊച്ചിയിലെ വലിയ ഫേമസ് ഗാനമേള സിംഗറായിരുന്നു. ഈ പാട്ട് ഹിറ്റായിരുന്നു, പക്ഷെ എന്നാൽ പോലും പിന്നീട് പാട്ടൊന്നും കിട്ടിയില്ല. പുള്ളിയെ ഇവിടുന്ന് ദിലീപ് കുമാർ, സാക്ഷാൽ ദിലീപ് കുമാർ ഒരു ദിവസം പുള്ളിയുടെ റഫി ഗാനമേള കേട്ടിട്ട് ആകർഷണമായിട്ട് ബോംബെയിലേക്കൊക്കെ വിളിച്ചു കൊണ്ടുവരുന്നുണ്ട്. ബോംബെയിൽ സിനിമയിലൊക്കെ പാടിക്കാന്ന്, ആ സിനിമ പുറത്തിറങ്ങിയില്ല. ഇങ്ങനെ കുറേ വലിയ ബ്രേക്ക് കിട്ടിയിട്ടും ഭാഗ്യദോഷം കൊണ്ട് തിരിച്ചു വന്ന ആളുകളാണ്. ഇപ്പോൾ ജോളി എബ്രഹാം, ജയിക്കാനായി ജനിച്ചവൻ ഞാൻ എന്നുള്ള പാട്ട് പാടിയ ആളാണ്. സൂപ്പർ ഹിറ്റ് പാട്ടായിരുന്നു. പുള്ളി കുറേ കാലം സിനിമയിലൊക്കെ വന്ന ശേഷം പുള്ളി സ്വയം ആത്മീയ സംഗീതത്തിൻ്റെ വഴിയിലേക്ക് പോവുകയായിരുന്നു. സിനിമയല്ല എൻ്റെ വഴി, ഗോസ്പൽ മ്യൂസിക് ആണെന്ന് പറഞ്ഞിട്ട് പുള്ളി കംപ്ലീറ്റ് സിനിമ വിട്ടു. അങ്ങനെ ഓരോ ആളുകളുടെ ജീവിതത്തിലും മച്ചാട്ടു വാസന്തി, ധാരാളം പേരുണ്ട്, പ്രേമ, ഇങ്ങനെ പ്രതിഭാശാലികളായ സിംഗറാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇവരൊന്നും സിനിമയിൽ പൊന്തി വരാത്തത് എന്നൊക്കെ ആലോചിച്ചിട്ട് ഞാൻ ഇതിനെ പിന്നാലെയൊക്കെ പോകാറുണ്ട്, പല സിംഗേഴ്സിനെയൊക്കെ കണ്ടെത്തും. അപ്പോൾ അവർക്ക് തന്നെ അത്ഭുതവും സന്തോഷവും നീ പാട്ടുകാർക്ക് ഓർക്കുന്നുണ്ടല്ലോ എന്ന് വെച്ചിട്ട്. ഇപ്പോൾ പലരും പറയുന്ന ഒരു കാര്യം, യേശുദാസ് അങ്ങനെ അവരെ വാഴി മുടക്കിയൊന്നും പറയാൻ പറ്റില്ല. കാരണം അന്നത്തെ കാലത്ത് യേശുദാസാണ് ഏറ്റവും ഡിമാൻഡുള്ള ഗായകൻ. ഒരു മ്യൂസിക് ഡയറക്ടറെ ഡ്രീം സിംഗറാണ് യേശുദാസ്. യേശുദാസിനെ പാട്ട് പഠിപ്പിക്കാൻ ഒരു മണിക്കൂർ പാട്ട് പഠിക്കുന്നു, 1 മണിക്കൂർ റെക്കോർഡ് ചെയ്യുന്നു, സ്ഥലം പെടുന്നു. ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർക്കും ഡയറക്ടർക്കൊക്കെ ഇതിനപ്പുറം സന്തോഷം എന്താ വേണ്ടത്? ബിസിനസ് നന്നായി പോകുന്നു, കാസറ്റ് റെക്കോർഡ്സ് നന്നായി വിറ്റ് പോകുന്നു, ഇത്രയേ ആവശ്യമുള്ളൂ. സിനിമ എന്ന് പറയുന്നത് ബിസിനസ്സാണ്. ഇവിടെ ആരുടെയും വൈകാരികമായിട്ട് ഒരാളോട് സ്നേഹം തോന്നിയിട്ട് അവിടെ നിന്ന് പൊന്തിച്ച് വരാനുള്ള ഒരു അന്തരീക്ഷം അവിടെ ഇല്ല. കാരണം പലരുടെയും അഭിപ്രായങ്ങൾ അവിടെ കണക്കിലെടുക്കണം. സംവിധായകൻ, നിർമ്മാതാവ്, ഡിസ്ട്രിബ്യൂട്ടർ, നടൻ, ഇവരൊക്കെ ഓക്കെ ചെയ്യുന്ന, ഒരേ സ്വരത്തിൽ ഓക്കെ ചെയ്ത ഒരേ സിംഗറേ ഉണ്ടായിരുന്നുള്ളൂ യേശുദാസ്. അതുകൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ അവസരങ്ങൾ കിട്ടി.
എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സും അതിനെ കൊണ്ട് പഠിച്ചിട്ടുള്ളത്. അതെ അതെ അതെ. അപ്പോൾ അതൊന്നും ഇവരെ ബാധിച്ചു. ഇവരുടെ നിർഭാഗ്യമാണത്. പിന്നെ ഈ മ്യൂസിക് ഡയറക്ടേഴ്സിന് റിസ്ക് എടുക്കുക അല്ലെങ്കിൽ ഇവരെ പഠിപ്പിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടാണോ ഒന്നും അറിയില്ല. എന്തായാലും ആ കാലഘട്ടത്തിൽ അവിടെ പോയി എന്നുള്ളതാണ് ഇവരുടെ ഒരു നിർഭാഗ്യം. ഇന്നൊക്കെ ആണെങ്കിൽ അവർക്ക് ഇഷ്ടം പോലെ ചാൻസ് കിട്ടും. അതെ. മറ്റേത് യേശുദാസ്, ജയചന്ദ്രൻ, ബ്രഹ്മാനന്ദൻ ഈ 3 പേര് കഴിഞ്ഞിട്ടുള്ള സ്ലോട്ടല്ലേ ഉള്ളൂ. അതെ. അപ്പം അങ്ങനെ ഞാൻ ഇവരൊക്കെ സംസാരിക്കാണ്ട് ഇവരോടൊക്കെ സംസാരിക്കാൻ ഇവർക്കൊന്നും ദുഃഖമൊന്നുമില്ല. അതുമാതിരി ചന്ദ്രമോഹൻ എന്നൊരു പാട്ടുകാരുണ്ട്. ചന്ദ്രമോഹൻ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഉദയഭാനു ചേട്ടൻ്റെ അനിയനാ, KP ഉദയഭാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ സംഗീത പാരമ്പര്യമുണ്ട്, സിനിമയിൽ നല്ല ഹോൾഡൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അവിടെ ചെന്നിട്ട് എനിക്ക് തോന്നുന്നു 10-30 വർഷം ആകെ 2 പാട്ട് പാടി. അതിലൊരു പാട്ട് മുണ്ടകൻ കൊയ്ത്തിന് പോയി ഏനൊരു മൂപ്പനെ കുട്ടീനെടുത്തേന്നൊരു പാട്ട് മാത്രം അത്യാവശ്യം ഹിറ്റായി. പക്ഷെ പുള്ളി പറഞ്ഞ മാതിരി കുറച്ച് ഗാനമേളയൊക്കെ നടന്ന് സാമ്പത്തികമായിട്ട് ഒരു കല്യാണം കഴിക്കാൻ വരെ മറന്നുപോയി. അവസാന വയസ്സായിട്ടാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ തിക്കുറിശ്ശിയായിട്ട് എപ്പോഴും പറയും, സിനിമയുടെ വണ്ടി വന്ന് നിന്നപ്പോൾ കൃത്യസമയത്തെത്തി യേശുദാസ്. അതിൻ്റെ 2 മിനിറ്റ് മുന്നേ ജയേന്ദ്രൻ, അതിൻ്റെ 3 മിനിറ്റ് മുന്നേ ബ്രഹ്മാനന്ദൻ. അപ്പോൾ 3 പേര് വണ്ടി കയറിപ്പോയി. ഒരാഴ്ച മുന്നേ വന്ന് കാത്തിരിക്കുന്ന ചന്ദ്രമോഹന് മാത്രം ചാൻസ് കിട്ടിയില്ലെന്ന് തമാശയായിട്ട് പറയപ്പോഴും. ചന്ദ്രമോഹൻ തന്നെ വലിയ അടുപ്പായിരുന്നു. ഇവിടെ മദ്രാസിൽ നിന്നൊക്കെ വിട്ട് തിരുവല്ലയിൽ വന്ന് താമസിച്ചു. ജീവിത സായാഹ്നത്തിലൊരു പങ്കാളിയൊക്കെ കണ്ടെത്തി. പക്ഷേ അവസാനം ആകുമ്പോഴേക്ക് പുള്ളിയും പറഞ്ഞവരൊന്നും ആ സ്വപ്നങ്ങളൊന്നും നേടാനാവാതെ മരിച്ചുപോയ ആൾക്കാരവരൊക്കെ. അവർക്ക് വലിയ കഷ്ടമാണ്, വലിയ സങ്കടമാണ്. പക്ഷെ ഒരിക്കലും ആ ദുഃഖങ്ങളൊന്നും അവർ പറയാറില്ല. അവർ എപ്പോഴും പഴയ പാട്ടുകളും ഒക്കെ പാടി ആ കാലഘട്ടത്തിലൊക്കെ അഭിരമിച്ച് ഇങ്ങനെ ജീവിക്കുന്ന ആളുകളായിരുന്നു.